ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇൻവോയ്സ് എന്നുള്ള ചാപ്റ്ററാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇൻവോയ്സ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിൽ സെക്ഷൻ 31, 32, 33, 34 ഇങ്ങനെ 4 സെക്ഷൻസ് ആണുള്ളത്. സെക്ഷൻ 31 ഒരുപാട് സബ് സെക്ഷൻസ് ഉണ്ട്. 32 ആൻഡ് 33 ഇസ് നോട്ട് റിലവൻറ്റ്, ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്നതായിരിക്കില്ല. സെക്ഷൻ 31ഉം 34ഉം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ട്സ് അങ്ങനെ കയ്യിൽ വെക്കണം. പറയുന്ന എക്സാമ്പിൾസും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, നന്നാകും. വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടൊക്കെ ചെയ്യാമല്ലോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇൻവോയ്സസ്. എന്താണ് ഇൻവോയ്സസ്, അല്ലെങ്കിൽ എന്തിനാണ് ഇൻവോയ്സസ്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണ്? അപ്പോൾ നമുക്കറിയാം, ഇൻവോയ്സ് ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ലുണ്ടാകുക. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ബില്ല്. ഓക്കെ, ബില്ലുണ്ടാകുക എന്നുള്ളത് ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ ടോട്ടൽ സെയിൽ എത്ര, ടോട്ടൽ പർച്ചേസ് എത്ര, ബാക്കിയുള്ള എക്സ്പെൻസുകൾ എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആൾക്ക് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇൻവോയ്സുകൾ അത്രയും അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവോയ്സസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, GSTയിൽ നമ്മൾ GST അടക്കുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ എത്രയാണ് എമൗണ്ട്, എത്രയാണ് ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതും ഇൻവോയ്സിലാണ്. അപ്പോൾ നമുക്ക് GSTയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടാകാത്ത ഒരു സ്പെഷ്യാലിറ്റി കൂടി ഇൻവോയ്സസിന് ഉണ്ടായിരുന്നു. GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻവോയ്സ് മാച്ചിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അതെന്താണെന്നൊന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ അത് നിലവിൽ അത് പ്രാക്ടിക്കലി അത് അപ്ലിക്കബിൾ ആക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ഇൻവോയ്സ് മാച്ചിങ് എന്നുള്ള സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ടൈപ്പ് ഇൻവോയ്സ് ആണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഡോക്യുമെൻ്റ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഒന്നാമത് അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുക. അതല്ലെങ്കിൽ പിന്നെ പറയുന്നത് ഈ പറഞ്ഞ സംഭവത്തിന് സപ്ലൈ നടക്കുമ്പോൾ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ എന്താണോ അത് നടക്കുമ്പോൾ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള ടൈം ലിമിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ വാട്ട് ടൈപ്പ് ഓഫ് ഇൻവോയ്സ് ടു ബി ഇഷ്യൂ എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നമ്മൾ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ 31 സബ്സെക്ഷൻ 1 ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂൻസ് ഓഫ് ഇൻവോയ്സ് ഓഫ് ഗുഡ്സിൻ്റെ കേസുകളിൽ ട്രേഡിങ്ങോ മാനുഫാക്ചറിങ്ങോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഒരു കാര്യം മനസ്സിലാക്കുക, GSTയിൽ എപ്പോഴും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് സപ്ലയർ ആയിരിക്കും. ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് റെസിപ്പിയൻ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്നുള്ളത് ആ സമയത്തുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അതല്ലാത്ത ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ സപ്ലയർ ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ 31 സബ്സെക്ഷനിൽ പറയുന്നത് ഗുഡ്സിൻ്റെ സപ്ലൈ നടക്കുമ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഓക്കെ, അപ്പോൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെ രണ്ടായി തിരിക്കാം. ഒന്ന് മൂവ്മെൻ്റ് ഉള്ള ഗുഡ്സ് ആണെങ്കിൽ, രണ്ടാമത്തേത് മൂവ്മെൻ്റ് ഇല്ലാത്ത ഗുഡ്സ് ആണെങ്കിൽ. എന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ള സംഭവമല്ല. ഓക്കെ, അതല്ല കേട്ടോ. ഇപ്പോൾ ലാൻഡ്, ബിൽഡിംഗ് അങ്ങനത്തെ സംഭവങ്ങളല്ല ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു മെഷീനറി അത് വിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഗുഡ്സ് ആണല്ലോ. പക്ഷേ ഈ ഗുഡ്സ് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ ഈ കൈമാറുന്ന സമയത്ത് ഈ പറഞ്ഞ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നില്ല. അതല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന ആളുടെ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നില്ല, ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സിന് മൂവ്മെൻ്റ് ഇല്ല, അത് അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഇനി അതല്ല, വേറെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് അങ്ങനെ വിൽക്കുകയാണ്, അയാളുടെ ബിസിനസ് വേറെ ഒരാൾക്ക് വിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളാണ്. പക്ഷേ ആ സമയത്ത് ആ ഗുഡ്സ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആ കടയിൽ തന്നെയാണ് ഈ സാധനങ്ങൾ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം, മൂവ്മെൻ്റ് ഉള്ള ഗുഡ്സും മൂവ്മെൻ്റ് ഇല്ലാത്ത ഗുഡ്സും. മൂവ്മെൻ്റ് ഉള്ള ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്. റിമൂവൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് സപ്ലയർ നമ്മൾ പറഞ്ഞ സപ്ലയർ ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സപ്ലയറിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് ആ ഗുഡ്സ് റിമൂവ് ചെയ്യുന്ന സമയത്തോ അതിന് മുന്നേയോ ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഇത് അത്ര ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ പ്രാക്ടിക്കലി നമുക്ക്
റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആ കടയിലുള്ള ആൾ ഈ സാധനം നമുക്ക് തരും, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻവോയ്സും തരും അല്ലേ? അതാണ് ഇവിടെയും പറഞ്ഞത്. ആ പറഞ്ഞ ആൾ സപ്ലയർ ആ ഗുഡ്സ് അയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ നമ്മളൊക്കെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്താണോ നടക്കുന്ന പ്രോസസ്സ് അത് തന്നെ. നമ്മൾ സാധനം മേടിക്കും, അപ്പോൾ തന്നെ അവർ ഇൻവോയ്സ് ചെല്ലും. അതല്ലെങ്കിൽ നേരത്തെ തന്നെ ഇൻവോയ്സ് തന്നിട്ടുണ്ടാകണം. ഇത് സാധനം തന്നു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞില്ല 2 ദിവസം കഴിഞ്ഞിട്ടൊന്നും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ആ സമയത്തെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു മൂവ്മെൻറ്റ് ഇൻവോൾവിംഗ് ഇല്ലാത്ത ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഈ പറഞ്ഞ സംഭവം, ഈ പറഞ്ഞ ഗുഡ്സ് റെസിപ്പിയൻറ്റിന് അവൈലബിൾ ആകുന്നത്, അല്ലെങ്കിൽ സപ്ലയറിൻ്റെ ഓണർഷിപ്പിൽ നിന്ന് റെസിപ്പിയൻറ്റിൻ്റെ ഓണർഷിപ്പിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് റെസിപ്പിയൻറ്റിൻ്റെ കയ്യിലേക്ക് കൈമാറുന്നത്, ആ സമയത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്ലാന്റ് ആണെന്ന് അല്ലെങ്കിൽ ഒരു മെഷീനറി ആണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഈ പറഞ്ഞ സപ്ലയർ റെസിപ്പിന് അത് കൈമാറുന്നത് ആ സമയത്തിന് മുന്നേ ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂൻസ് ഓഫ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് ഗുഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മൂവ്മെൻ്റ് ഉള്ള ഗുഡ്സ് ആണെങ്കിൽ, മൂവ്മെൻ്റ് ഇല്ലാത്ത ഗുഡ്സ് ആണെങ്കിൽ. മൂവ്മെൻ്റ് ഇല്ലാത്ത ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ഗുഡ്സ് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇഫ് ദ ഗുഡ്സ് ആർ ഇൻവോൾവിംഗ് മൂവ്മെൻറ്റ്, എപ്പോഴാണ് ടൈം ലിമിറ്റ്? ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്. ഇഫ് ദ ഗുഡ്സ് ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെൻറ്റ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ഓർ മേക്കിംഗ് അവൈലബിൾ ടു ദ റെസിപ്പിയൻറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂൻസ് ഓഫ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് സർവീസസ്. അപ്പോൾ നമ്മൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ആ ഗുഡ്സ് കൈമാറുന്ന സമയത്തോ അതിന് മുന്നേ ആയിട്ടോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. പക്ഷേ സർവീസസ് ആണെങ്കിൽ ആ സർവീസ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ബിഫോർ ഓർ ആഫ്റ്റർ സപ്ലൈ ഓഫ് സർവീസ് കൊടുത്തതിന് ശേഷമാണെങ്കിലും പ്രശ്നമില്ല. ബട്ട് നോട്ട് ലേറ്റർ ദാൻ 30 days എന്നാണ് ആക്ച്വലി പറഞ്ഞത്. പക്ഷേ 30 ദിവസത്തിനേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് സർവീസ് കൊടുത്ത് വിത്തിൻ 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 1/1/2020 അതായത് ജാനുവരി 1 സർവീസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days എന്ന് പറയുമ്പോൾ 31 ജാനുവരി 2020 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. ഇതാണ് നോർമൽ കേസ്. പക്ഷേ ഇത് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കിങ് കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NBFC അടക്കമുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണ് ഈ സർവീസ് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന സർവീസുകൾ. അപ്പോൾ ബാങ്കിങ് കമ്പനി കൊടുക്കുന്ന സർവീസുകൾ എന്താ? ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക അല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുക, ATM സർവീസുകൾ, ഇങ്ങനത്തെ സർവീസുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ബാങ്കിങ് സർവീസ്, ഇൻഷുറൻസ് സർവീസ്, അതേപോലെ ബാങ്കിങ് അല്ലാതെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുക്കുന്ന സർവീസുകളാണെങ്കിൽ അവർക്ക് വിത്തിൻ 45 days ഫ്രം ദി ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കൊടുത്തതിന് ശേഷം 45 daysനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സർവീസസ് ആണെങ്കിൽ ഒന്ന് സാധാരണ നോർമൽ സർവീസസ്, അതിനെത്രയാണ്? വിത്തിൻ 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അതല്ല ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 45 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. വിത്തിൻ 30 days 45 days എന്നൊക്കെ പറയുമ്പോൾ ഫ്രം വാട്ട്? വിത്തിൻ 45 days ഓർ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ സർവീസ് കൊടുത്ത് 45 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ പെർട്ടിക്കുലർ സർവീസ് കൊടുത്തതിനുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. നെക്സ്റ്റ്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് 31 subsection 4 ആണിത്. ഓക്കെ. ഇൻവോയ്സസ് ടൈം ലിമിറ്റ് ഫോർ ഇൻവോയ്സ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ 31 subsection 1 ആണ്. സർവീസസ് ആണെങ്കിൽ 31 subsection 2 ആണ്. അതിൻ്റെ ഇടയിൽ 31 subsection 3 ഉണ്ട്. അതിലൊരുപാട് ക്ലോസുകൾ വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം അത് അവസാനം എടുക്കാം. 31 subsection 4 കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ആദ്യം കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് നമുക്ക് പറയാം. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അതെന്താണ്? ഒരു കോൺട്രാക്റ്റിൻ്റെ അണ്ടർ എ കോൺട്രാക്ട്, നമ്മൾ ആ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. കണ്ടിന്യൂസ്ലി ഓർ ഓൺ റെക്കറൻറ്റ് ബേസിസ് അണ്ടർ എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് വെക്കണം ഈ സപ്ലയറും റെസിപ്പിനും തമ്മിൽ. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഒന്നാലെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പൈപ്പ് ലൈൻ വഴിയോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലത്തേക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടി റെസിപ്പിയൻറ്റും അല്ലെങ്കിൽ സപ്ലയറും റെസിപ്പിയൻറ്റും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുക. ഓക്കെ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ വഴി, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ എന്നുള്ള കമ്പനി, പെട്രോളിയം
കമ്പനി, ഈ പെട്രോളിയം കമ്പനി എന്താണ് ചെയ്യുന്നത്? ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ട് എല്ലാ പെട്രോൾ പമ്പിലേക്കും ഈ പൈപ്പ് ലൈൻ ത്രൂ ആണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ എന്താണെന്ന് വെച്ചാൽ അത് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇപ്പോൾ നമ്മൾ ഇത് ഗുഡ്സ് ആണല്ലോ, ഗുഡ്സ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് സാധനം മേടിക്കുക, അപ്പോൾ നമുക്ക് ഇൻവോയ്സ് തരിക എന്നുള്ള പോലെ ഇവർക്ക് ഈ പൈപ്പ് ലൈൻ, ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ ആകുമ്പോൾ എങ്ങനെയാണ് ഇവർ ഗുഡ്സ് എടുക്കുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പെട്രോൾ പമ്പ്, അവർക്ക് ഈ പറഞ്ഞ പോലെ പൈപ്പ് ലൈൻ വഴി ഇങ്ങനെ പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവൽ എന്താണെന്ന് വെച്ചാൽ അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇവരിത് എടുക്കുകയാണ് ചെയ്യുക. ആർക്ക്? ഈ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഫ്യൂവൽ പമ്പിന് പെട്രോൾ അവരുടെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ ത്രൂ അവരെന്ത് ചെയ്യും? ഈ സംഭവം എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സിൻ്റെ സാധാരണ നോർമൽ കേസ് അതാണല്ലോ, ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സിന് മുന്നേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും? ഈ പറഞ്ഞ സപ്ലയർ, ഇപ്പോൾ നമുക്ക് ഈ കറണ്ട് ബില്ലൊക്കെ ആലോചിച്ച് നോക്കി. ഈ കറണ്ട് ബില്ല് എങ്ങനെയാണ്? നമ്മൾ ഇപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ ഈ പറയുന്ന KSEBിന്ന് ആൾ വരും, അവർ മീറ്റർ ചെക്ക് ചെയ്യും, ഇത്ര യൂണിറ്റ്സാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും രൂപ അടക്കണം. അതേപോലെ തന്നെ ആയിരിക്കും ഇവർ ചെയ്യുക. അപ്പോൾ ഇവർക്കൊരു മീറ്റർ ഉണ്ടാകും, ഈ മീറ്ററിൽ നോക്കും ഇത്രയും ക്വാണ്ടിറ്റി ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുക? ബില്ല് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഉണ്ടാകും, അല്ലേ? അതല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന ഇങ്ങനെ ഓരോ മാസം കൂടുമ്പോൾ ഇവർ വന്നിട്ട് വല്ല സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാകും, ഈ ഒരു മാസത്തിൽ ഇത്രയാണ് യൂസ് ചെയ്തത്. അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പീരിയോഡിക്കൽ പേയ്മെൻറ്റോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ സാധാരണ നോർമലി ഗുഡ്സിൻ്റെ കേസിൽ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ആയിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവൽ ഓഫ് ഗുഡ്സിന് സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ എപ്പോഴാണോ ഈ സപ്ലയർ ഇവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, ആ സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. നെക്സ്റ്റ്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ്, സെക്ഷൻ 31 സബ്സെക്ഷൻ 5 ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. എന്താണ് സംഭവം? സപ്ലൈ ഓഫ് സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ എഗ്രീഡ് ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി ഓർ ഓൺ റെക്കറന്റ് ബേസിസ് അണ്ടർ എ കോൺട്രാക്ട് ഫോർ എ പീരീഡ് ഓഫ് എക്സീഡിങ് 3 months വിത്ത് പീരിയോഡിക് പേയ്മെൻറ്റ് ഓബ്ലിഗേഷൻസ്. എന്ന് പറഞ്ഞാൽ 3 മാസത്തിൽ അധികമായി കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സർവീസ്. ഓക്കെ, അതിന് പേയ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? പീരിയോഡിക്കലി ആണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതേ ഓരോ ദിവസം ചെയ്യുന്ന സർവീസുകൾ അന്നന്ന് പേയ്മെൻറ്റ് കൊടുക്കുന്ന രീതിയല്ല ഉള്ളത്, പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് 3 months എക്സീഡ് ചെയ്യണം, 3 മാസത്തിൽ കൂടുതൽ വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് ആണെന്നുണ്ടെങ്കിൽ 3 സിറ്റുവേഷൻസ് അറൈസ് ചെയ്യും. ഓക്കെ, ഒന്ന്, ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് അസർട്ടണബിൾ. എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എന്താ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത് ഈ ദിവസമായിരിക്കും. അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അസർട്ടണബിൾ. ഇവർ തമ്മിൽ കോൺട്രാക്ട് വെച്ചപ്പോൾ അങ്ങനെ പ്രത്യേക ഒരു ക്ലോസ്, പേയ്മെൻറ്റ് കാര്യത്തിൽ അങ്ങനെ പ്രത്യേക ഒരു ക്ലോസ് ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, മൂന്നാമത് പറയുന്നത് പേയ്മെൻറ്റ് ഈസ് ലിങ്ക് ടു ദ കംപ്ലീഷൻ ഓഫ് എൻ ഇവൻറ്റ്. പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ. നമുക്കൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു പശുവുണ്ട്. ഓക്കെ, ഈ പശുവിനെ പാല് കറക്കാൻ വേണ്ടി ഒരു കറവക്കാരെ നമ്മൾ കൊണ്ടുവരുന്നു. ഓക്കെ, ഒരു വർഷത്തേക്ക് അയാളുമായി കോൺട്രാക്ട് വെച്ചു. അപ്പോൾ 3 മാസത്തിൽ കൂടുതൽ കോൺട്രാക്ട് വെച്ചല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് ആണ്. നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് അസർട്ടണബിൾ. അപ്പോൾ ഇയാളോട് പറയുകയാണ് എന്ത്? എല്ലാ മാസവും 1-ാം തീയതി നിങ്ങൾക്ക് ആ മാസത്തെ പേയ്മെൻറ്റ് തരും, ആ മാസത്തെ ശമ്പളം തരും, അല്ലെങ്കിൽ കൂലി എന്താണോ അത് തരും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് അസർട്ടണബിൾ ആണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു ഡേറ്റ് ഒന്നും എല്ലാ മാസം 1-ാം തീയതി ഒന്നുമില്ല. ഈ പറഞ്ഞ കറവക്കാരൻ എപ്പോഴാണോ പൈസ ഒന്ന് ചോദിക്കുന്നത് ആ സമയത്തേ കൊടുക്കുന്നുള്ളൂ. മൂന്നാമത്തത് പറയാണ് ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു 1000 ലിറ്റർ കറന്നു കഴിഞ്ഞാൽ അതിനുള്ള പൈസ തരാം. ഓക്കെ, 1000 ലിറ്റർ പാല് കറന്നു കഴിഞ്ഞാൽ അതിനുള്ള പൈസ തരാം എന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റാണ്. ആ 1000 ലിറ്റർ കറന്ന് കഴിയുക എന്നുള്ളത് ഒരു ഇവൻ്റാണ്. ഇങ്ങനെ മൂന്ന് സെപ്പറേറ്റ് കേസുകൾ നമുക്ക് വെക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആദ്യത്തെ കേസാണെങ്കിൽ എല്ലാ മാസം 1-ാം തീയതി, അതായത് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് അസർട്ടണബിൾ. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. എപ്പോഴാണോ ആ ഡ്യൂ ഡേറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ 1-ാം തീയതി തീരുമാനിച്ചാൽ 1-ാം തീയതി ഡ്യൂ ഡേറ്റ് അല്ലേ? അപ്പോൾ ആ 1-ാം തീയതിക്ക് ആ ദിവസമോ 1-ാം തീയതിയോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇൻവോയ്സിൻ്റെ കാര്യമാണ് പറയണത്.
ചിലപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. 1-ാം തീയതി നമ്മൾ പേയ്മെൻറ്റ് ചിലപ്പോൾ ഈ പറയുന്ന വീട്ടുകാരൻ അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇൻവോയ്സ് എന്ത് ചെയ്യണം, ആ ഡേറ്റിന് മുന്നേറ്റ് ഇഷ്യൂ ചെയ്യണം. രണ്ടാമത്തെ കേസ് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അസൈനബിൾ. അങ്ങനെ ഡ്യൂ ഡേറ്റ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം അയാൾ 5-ാം തീയതി പേയ്മെൻറ്റ് എടുത്തു, അങ്ങനെയാണെങ്കിൽ ആ 5-ാം തീയതിക്ക് 5-ാം തീയതി അതിന് മുന്നേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മാസം വന്നപ്പോൾ 10-ാം തീയതിയാണ് കൊടുത്തത്, അങ്ങനെയാണെങ്കിൽ ആ 10-ാം തീയതിക്ക് 10-ാം തീയതിയോ അല്ലെങ്കിൽ അതിന് മുന്നേറ്റോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ മതി. മൂന്നാമത്തത് എന്താണ്, 1000 ലിറ്റർ പാല് കറന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ 1000 ലിറ്റർ കറക്കുന്നത് ആ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ 1000 ലിറ്റർ കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 1-ാം തീയതിയാണ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഇവർ തമ്മിൽ എഗ്രിമെൻറ്റ്, പക്ഷേ 1-ാം തീയതി കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, 1000 ലിറ്റർ കറന്നു, ആ സമയത്താണ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഇവർ തമ്മിലുള്ള കോൺട്രാക്ട്, പക്ഷേ ഇവർ പേയ്മെൻറ്റ് കൊടുത്തിട്ടൊന്നുമില്ല. എന്നാലും ഇൻവോയ്സ് ആ സമയത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് പ്രാക്ടിക്കലി വരുമ്പോൾ നമുക്ക് ഇപ്പോൾ CS സ്റ്റുഡൻസിലെ നിലക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വരും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 1 ഇയറിനൊക്കെ ആയിരിക്കും ഇൻറ്റേർണൽ ഓഡിറ്റിനുള്ള കോൺട്രാക്റ്റൊക്കെ ഇവർ തമ്മിൽ സൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 31 സബ്സെക്ഷൻ 6 സപ്ലൈ ഓഫ് സർവീസസ് സീസസ് ബിഫോർ ഇറ്റ്സ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കരാറുകാരനെ വീട് പണിയൊക്കെ ചെയ്യുന്ന ഒരു കരാറുകാരനെ കൊണ്ട് ഞാൻ വീട് പണിയാൻ വേണ്ടി കൊടുത്തു. ഓക്കെ, അയാൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അയാളുടെ വർക്കിൽ എനിക്ക് ഇഷ്ടമായില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് വെച്ച് അയാൾ പിരിച്ചു വിട്ടു, എന്നിട്ട് വേറെ ആളെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു ഇൻവോയ്സ് ഇഷ്യൂ സർവീസസിൻ്റെ നോർമൽ നമ്മൾ എല്ലാ ഈ സെപ്പറേറ്റ് കേസുകൾ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പറഞ്ഞ 31 ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 31(1), സർവീസസ് ആണെങ്കിൽ 31(2). അവിടെ പറയുന്ന ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ആ ടൈം ലിമിറ്റ് ഇവിടെ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകം വേറെ ടൈം ലിമിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുത്താൽ ആ സർവീസ് കഴിഞ്ഞ് വിത്തിൻ 30 days ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതാണല്ലോ നോർമൽ ജനറൽ റൂള്. പക്ഷേ ഇവിടെ എന്താ സംഭവം, ആ സർവീസ് കഴിയുന്നില്ല. ആ സർവീസ് കഴിയുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് റദ്ദാക്കണം, സീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ അവർ കോൺട്രാക്റ്റ് സീസ് ചെയ്യുന്നത് ആ സമയത്തിനുള്ളിൽ ഇവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റ് തുടങ്ങി ജാനുവരി 1-ാം തീയതി 2020 കോൺട്രാക്റ്റ് കൊടുത്തത്, ഒരു ജൂൺ അല്ലെങ്കിൽ ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് എന്ന് പറഞ്ഞാൽ 31/12/2020 ഈ കോൺട്രാക്റ്റ് അവസാനിക്കണം. പക്ഷേ ഒരു ഏപ്രിൽ 1-ാം തീയതി ആയപ്പോൾ എനിക്ക് ആ വർക്ക് അല്ലെങ്കിൽ ഈ പണി കൊടുത്ത ആൾ അല്ലെങ്കിൽ കരാർ കൊടുത്ത ആൾക്ക് ഈ പണിക്കാരൻ്റെ പണി ഇഷ്ടമായില്ല, അതുകൊണ്ട് അയാൾ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ April 1 അല്ലേ. അപ്പോൾ April 1 എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ സമയത്ത് April 1 അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ അവിടുന്ന് ഒരു 30 ദിവസം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നോർമലി സർവീസസ് ഒരു 30 days ഒക്കെ ഒരു ഡിലേ വരുത്താമായിരുന്നു. പക്ഷേ ഇങ്ങനെ സെസേഷൻ വരുന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ ഇവർ തമ്മിൽ കോൺട്രാക്റ്റ് സീസ് ചെയ്യുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പറയാം, ഈ ഒരു വീട് ഉണ്ടാക്കാൻ 50 ലക്ഷത്തിൻ്റെ വീട് കരാറാണ് കൊടുത്തത്, പക്ഷേ അതിനുള്ള പണി ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എത്രത്തോളം ഇയാൾ പണി എടുത്തിട്ടുണ്ടോ ആ പണിക്കുള്ള ക്യാഷ് എമൗണ്ട് കാണിച്ചിട്ട് ആ എമൗണ്ടിനുള്ള ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് 31 സബ്സെക്ഷൻ 7 ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മൾ സാമ്പിൾസ് ഒക്കെ കൊടുക്കും. ഇപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എന്താ പറയുക, മാർക്കറ്റിൽ പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ മാനുഫാക്ചർ എന്താ ചെയ്യുക, ഇത് പോയിട്ട് ഉള്ള കടക്കാർക്കൊക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് അത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം അവർ ആ സാധനം സ്റ്റോക്ക് എടുക്കും, അവർ ആ സ്റ്റോക്ക് അവരുടെ കടയിൽ വെച്ച് വിൽക്കാൻ സമ്മതിക്കും അല്ലേ. അപ്പോൾ എന്നാൽ നമ്മൾ സാമ്പിൾസ് ഒക്കെ കൊടുക്കുന്ന പോലെ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നമുക്കുണ്ട്. സാധാരണ ഗുഡ്സിൽ എന്താ ടൈം ലിമിറ്റ് എപ്പോഴാണ്, ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്താ നമുക്ക് പ്രശ്നം, ഇപ്പോൾ ഈ ഗുഡ്സ് ഇവർ കൈമാറി, ഈ സപ്ലയർ ഈ റെസിപ്പിയന്റിന് അല്ലെങ്കിൽ കടക്കാരൻ എന്ത് ചെയ്തു, ഗുഡ്സ് കൈമാറി, ആ സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്നാണല്ലോ നോർമലി പറയുന്നത്. റിമൂവൽ ആ സമയത്തല്ലേ നടക്കുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള സപ്ലൈ നടന്നിട്ടുണ്ടോ, സപ്ലൈ നടന്നിട്ടില്ല. സപ്ലൈ നടക്കുന്നത് എപ്പോഴാണ്, ഈ പറയുന്ന കടക്കാരൻ ഇത് അപ്രൂവൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഗുഡ്സ് ഞാൻ എടുക്കാം, എൻ്റെ കടയിൽ വെച്ച് ഞാൻ വിറ്റോളാം എന്ന് അപ്രൂവൽ ചെയ്താലേ ഇവർ തമ്മിലുള്ള സപ്ലൈ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിമൂവൽ നടക്കുന്ന സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസുകളാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി, ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. ഇവർ തമ്മിൽ സപ്ലൈ നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1/1/2020 ഇയാൾ ഗുഡ്സ് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ നോർമലി
ഗുഡ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 31 സബ്സെക്ഷൻ 1 ആണെന്നുണ്ടെങ്കിൽ ആ 1-ാം തീയതി അല്ലെങ്കിൽ അതിന് മുന്നേയായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ നടന്നിട്ടില്ല, സപ്ലൈ നടന്നിട്ടില്ല. ഇയാൾ എന്ത് ചെയ്തു, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഗുഡ്സ് ഓക്കെ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അപ്രൂവൽ കൊടുത്തു. എന്നാൽ 15 ജാനുവരി 2020 ഇയാൾ അപ്രൂവൽ കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 15-ാം തീയതിക്കുള്ളിലായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. പക്ഷേ ഇത് എത്ര കാലം വേണമെങ്കിലും നീണ്ടുപോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാനുവരി 1-ാം തീയതി കൊടുത്ത് അടുത്ത വർഷം ജാനുവരി 1-ാം തീയതിയാണ് ഇയാൾ അപ്രൂവൽ കൊടുക്കണം. അങ്ങനെയൊന്നും പറ്റില്ല. മാക്സിമം 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, അപ്പോൾ മാക്സിമം 6 months വരെ ഇയാൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതെ ഇരിക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാനുവരി 1-ാം തീയതി കൊടുത്തു, പിന്നെ ജൂൺ 30 ഈ പറഞ്ഞ കടക്കാരൻ ഇത് അപ്രൂവൽ ചെയ്തിട്ടില്ല. അങ്ങനെ അപ്രൂവൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജൂൺ 30 അല്ലെങ്കിൽ ജൂലൈ 1 ഈ സെയിൽ നടന്നതായിട്ട് കാണിച്ച് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അതാണ് പറഞ്ഞത്, ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം വരുന്നത് ആ ഡേറ്റിൽ എന്ത് ചെയ്യണം, ഇൻവോയ്സ് നിർബന്ധമായിട്ടും ഇഷ്യൂ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 31 സബ്സെക്ഷൻ 3 A ക്ലോസ് A ആണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് ഒന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. അവിടെ നമ്മൾ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് സംഭവം? അതായത് പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ടേൺ ഓവർ ലിമിറ്റ് ക്രോസ് ചെയ്യാത്തതുകൊണ്ട്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 18-19 ഇയാളുടെ ടേൺ ഓവർ ഇപ്പോൾ 20 lakhs ടേൺ ഓവറാണ് ഇയാളുടെ ലിമിറ്റ്. ഇയാൾ 20 lakhs കടന്നില്ല, ഒരു 18 lakhs ഒക്കെ 18-19 ആകെ ടേൺ ഓവർ ഉണ്ടെന്നുള്ളൂ. അതുകൊണ്ട് 19-20 ഇയാൾ രജിസ്ട്രേഷൻ എടുത്തില്ല. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ എഴുതി വെക്കണേ. ഓക്കെ, 19-20 ഇയാൾ രജിസ്ട്രേഷൻ എടുത്തില്ല. പക്ഷേ 19-20 ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബർ 5 എത്തിയപ്പോഴേക്കും ഇയാളുടെ ഇയാളുടെ ടേൺ ഓവർ 20 lakhs എന്നുള്ളത് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പം എന്താ സംഭവിക്കുക? ആ സമയത്ത് ഇയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളായി. ഓക്കെ, രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയാൽ നമ്മൾ പഠിച്ചു വിത്തിൻ 30 days രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, ഇയാൾ കൊടുത്തു. സെപ്റ്റംബർ 15 തന്നെ, 5 ലയബിൾ ആയത്. സെപ്റ്റംബർ 15 എന്ന് പറഞ്ഞാൽ 10 ദിവസമായിട്ടുള്ളൂ. ആ 15 ഇയാൾ രജിസ്ട്രേഷനിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. സെപ്റ്റംബർ 25 ഇയാൾക്ക് രജിസ്ട്രേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 5 ലയബിൾ ആയത്, സെപ്റ്റംബർ 25 രജിസ്ട്രേഷൻ കിട്ടിയത്. അപ്പോൾ രജിസ്ട്രേഷൻ ലയബിൾ ആയി എന്ന് പറഞ്ഞാൽ അയാൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ആ ദിവസം മുതൽ സെപ്റ്റംബർ 5 മുതൽ ഇയാൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ സെപ്റ്റംബർ 5 വിത്തിൻ 30 days അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാണോ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയത് ആ ദിവസമാണ് എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 5 മുതൽ ഈ പറഞ്ഞ പെർട്ടിക്കുലർ പേഴ്സൺ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് അടക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ അങ്ങനെ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് അടക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് വേണം? ഇയാൾക്ക് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവണം. രജിസ്ട്രേഷൻ എടുത്തിട്ട് എന്ത് വേണം? ഈ GST IN വേണം. GST IN ഇല്ലാതെ എങ്ങനെയാണ് ഇയാൾ ഗവൺമെൻറ്റുമായിട്ട് ഒരു ഇടപാടുകൾ നടത്തുക? അത് കിട്ടൂല. അപ്പോൾ സെപ്റ്റംബർ 25 ഇയാൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഗ്രാൻഡഡ് ആയത്. രജിസ്ട്രേഷൻ കിട്ടിയത് സെപ്റ്റംബർ 25 പക്ഷേ സെപ്റ്റംബർ 5 മുതൽ ഇയാൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 20 ദിവസം, ഈ 20 ദിവസം ഇയാൾ എന്ത് ചെയ്യും? എന്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും? ഒരു പ്രശ്നം വരുമല്ലോ. ഇപ്പോൾ സാധാരണ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിൻ്റെ പേരാണ് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 25 വരെ ഇയാൾക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തില്ല? GST നമ്പർ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ഇൻവോയ്സിൽ എന്തൊക്കെ വേണം എന്ന് പഠിക്കുന്നിടത്ത് നമ്മൾ പറയുന്നുണ്ട് GST IN എന്നുള്ള GST നമ്പറൊക്കെ ഇയാളുടെ ഇൻവോയ്സിൽ കോട്ട് ചെയ്യണം എന്നുള്ളത് നിയമമാണ്. ഓക്കെ, പക്ഷേ ഇയാൾക്ക് GST കോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 25 ദിവസം ഇയാൾ എന്ത് ചെയ്യണം? സാധാരണ ഇയാൾ സെപ്റ്റംബർ 5 വരെ ഇയാൾ എന്ത് ഇൻവോയ്സാണ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത് ആ ഇൻവോയ്സ് തന്നെ ഇഷ്യൂ ചെയ്യുക. എന്നിട്ട് സെപ്റ്റംബർ 25 രജിസ്ട്രേഷൻ കിട്ടിയിട്ട് GST IN നമ്പർക്ക് കിട്ടിക്കഴിഞ്ഞാൽ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് 5 മുതൽ 25 വരെ ഇങ്ങനെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള നോർമൽ ഇൻവോയ്സ് ഉണ്ടല്ലോ, ആ ഇൻവോയ്സുകളെല്ലാം റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുക, ഈ 5 മുതൽ 25 വരെ ഒരു 300 ഇൻവോയ്സ് ഇയാൾ ഇഷ്യൂ ചെയ്ത്, സാധാരണ ഈ ടാക്സ് ഇൻവോയ്സ് എല്ലാം ഇഷ്യൂ ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 300 ഇൻവോയ്സും ഇയാൾ റിവൈസ് ചെയ്യണം. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് ആദ്യം കാണിക്കുകയും വേണം. അതാണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ
ഇപ്പോൾ ഇയാൾ പറഞ്ഞല്ലോ നമ്മളൊരു 300 ഇൻവോയ്സിൻ്റെ കാര്യം പറഞ്ഞു. 300 ഇൻവോയ്സാണ് ഈ കാലത്ത് അത്രയും ഇയാൾ ആകെ ഈ 20 ദിവസം കൊണ്ട് ആകെ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സ്. ഈ 300 ഇൻവോയ്സിൽ ഒരു 50 പേര് അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ആണ്. അതായത് ഇയാളുടെ റെസിപ്പിയൻസ് അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണെങ്കിലേ അവർക്ക് ഇൻവോയ്സ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. കാരണം എന്താണ്, അവർക്ക് അവരുടെ സെയിൽ എത്ര നോക്കണം, കാരണം റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യണമല്ലോ, അവർക്ക് ഇൻപുട്ട് എത്ര ഉണ്ട് നോക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺസിന് ആവശ്യമുള്ളൂ. അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് ഈ ഇൻവോയ്സ് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഈ സ്പാൻ ഓഫ് ടൈമിൽ ഇപ്പോൾ 5-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള 20 ദിവസത്തിൽ ആകെ ഇഷ്യൂ ചെയ്തിട്ടുള്ള 300 ഇൻവോയ്സിൽ ഒരു 50 ഇൻവോയ്സ് അൺരജിസ്റ്റേർഡ് പേഴ്സൺസിനുള്ളതാണ്. അങ്ങനെ അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് വല്ല സെയിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 ഇൻവോയ്സുകൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺസിനുണ്ട്, ഈ 50 ഇൻവോയ്സും കൂടി കൺസോളിഡേറ്റ് ചെയ്ത് ഒരൊറ്റ ഇൻവോയ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഈ 300 ഇൻവോയ്സിൽ 250 ആൾ രജിസ്റ്റേർഡ് പേഴ്സൺസും 50 ആൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺസും ആണ്. ഓക്കെ, അപ്പോൾ 250 രജിസ്റ്റേർഡ് പേഴ്സൺസിന് സെപ്പറേറ്റ്ലി ടാക്സ് ഇൻവോയ്സ്, റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്ലി ഇൻവോയ്സ് വേറെ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. പക്ഷേ ബാക്കിയുള്ള അൺരജിസ്റ്റേർഡ് പേഴ്സൺസിൻ്റെ ഈ 50 സെയിൽ ഉണ്ടല്ലോ, ആ 50 സെയിലിനും കൂടിയിട്ട് ഒരൊറ്റ ഇൻവോയ്സ് കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ഈ പറഞ്ഞ പെർട്ടിക്കുലർ സപ്ലൈ അൺരജിസ്റ്റേർഡ് പേഴ്സണിന് കൊടുത്തതാണ്. അതിൽ ആ പറഞ്ഞ സപ്ലൈ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഓക്കെ, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണ് എന്ന് മാത്രമല്ല, ആ സപ്ലൈയുടെ വാല്യൂ മോർ ദാൻ 2,50,000 ആണ്. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആകെയും വേണം, വാല്യൂ ഓഫ് സപ്ലൈ 2,50,000 ആകെ വേണം. അങ്ങനെ ഒരു വല്ല കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സപ്ലൈ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് കൊടുക്കുമ്പോൾ കൺസോളിഡേറ്റഡ് ആക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ 50 ഇൻവോയ്സ് കൺസോളിഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല. അതിനെ സെപ്പറേറ്റ്ലി വേറെ ഇൻവോയ്സ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാം, ഈ 50 അൺരജിസ്റ്റേർഡ് പേഴ്സൺസിൽ ഒരു ഇൻവോയ്സ് ഉണ്ട്, അത് ഇൻ്റർസ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇൻ്റർസ്റ്റേറ്റ് ആണ്, എഴുതി വെക്കണേ, ഇൻ്റർസ്റ്റേറ്റ് ആണ്. വാല്യൂ ഓഫ് സപ്ലൈ 2 lakh ആണ്. ഓക്കെ, 2 lakh ആണ്. അപ്പോൾ ഇവിടെ ഇയാൾ സെപ്പറേറ്റ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം എന്താണ്, വാല്യൂ ഓഫ് സപ്ലൈ 2 lakh ഉള്ളൂ. 2,50,000 എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സെപ്പറേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ മതി. സെക്കൻഡ് കേസ് പറയുന്നത് സപ്ലൈ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ്, വാല്യൂ 3 lakh ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും സെപ്പറേറ്റ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഇൻ്റർസ്റ്റേറ്റ് അല്ല, ഇൻട്രാസ്റ്റേറ്റ് ആണ്. വാല്യൂ 2,50,000 അപ്പുറം പോയിട്ടുണ്ട്, എന്നാലും ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ട് സെപ്പറേറ്റ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സിൻ്റെ ആവശ്യമില്ല. മൂന്നാമതൊരു സപ്ലൈ പറയുകയാണ് ഇൻ്റർസ്റ്റേറ്റ് ആണ്, അതിൻ്റെ വാല്യൂ 4 lakhs ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിലാണെങ്കിൽ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടിയും പറയാം, ആദ്യം മുതലേ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും അയാൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ആ 2 ഡേയ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത്രയും പീരീഡിലേക്ക് ഇവർ എന്ത് ചെയ്യണം, സാധാരണ അല്ലെങ്കിൽ ആ കാലത്തേക്ക് അവർ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് റെസിപ്പിയൻസ് അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻസിനും കൂടി ഒരൊറ്റ കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ഈ പറഞ്ഞ അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് ഉണ്ടായിട്ടുള്ള രജിസ്ട്രേഷൻ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈയും പ്ലസ് വാല്യൂ ഓഫ് സപ്ലൈ 2,50,000 മുകളിലുമാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൺസോളിഡേറ്റഡ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സിൻ്റെ കൂടെ ആ പെർട്ടിക്കുലർ സപ്ലൈനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനെ സെപ്പറേറ്റ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു ടൈം ലിമിറ്റും കൂടിയും പറയുന്നുണ്ട്. അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം 1 മാസത്തിനുള്ളിൽ ഈ പറയുന്ന റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എല്ലാതും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 5-ാം തീയതി മുതൽ സെപ്റ്റംബർ 25-ാം തീയതി വരെയുള്ള ഇൻവോയ്സുകൾ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സസ് ആയിട്ട് 1 മാസത്തിനുള്ളിൽ, എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 25-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന 300 ഇൻവോയ്സുകളും എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഒരു മാസമാണ്, 30 ഡേയ്സ് അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് കേസ് 31 സബ്സെക്ഷൻ 3 ക്ലോസ് ബി. ഓക്കെ, ടാക്സ് ഇൻവോയ്സ് ആവശ്യമില്ലാത്ത കേസുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ കേസല്ല. നേരത്തെ പറഞ്ഞ കേസ് എങ്ങനെയാണ്, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾ രജിസ്റ്റേർഡ് ആകുമ്പോഴുള്ള കേസാണ്. ഇതങ്ങനെയല്ല. ഇതെന്താണ്, സാധാരണ നോർമലി ഉള്ള ഒരാൾ, നോർമലി ബിസിനസ് നടത്തുന്ന ഒരാൾ. ഓക്കെ, അയാൾക്ക് ഓരോ ദിവസം വരുന്ന സപ്ലൈയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണ്ട എന്നുള്ള സംഭവമാണ്.
അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ വാല്യൂ ഓഫ് സപ്ലൈ ലെസ് ദാൻ 200 ആയിരിക്കണം. വാല്യൂ ഓഫ് സപ്ലൈ ലെസ് ദാൻ 200 ആയിരിക്കണം. 200 അല്ല, 200 ആണെങ്കിൽ പറ്റില്ല. ഓക്കെ, ലെസ് ദാൻ 200 ആയിരിക്കണം. റെസിപ്പിയൻറ്റ് അൺരജിസ്റ്റേർഡ് ആയിരിക്കണം. എന്ന് മാത്രമല്ല ഈ അൺരജിസ്റ്റേർഡ് ആയ റെസിപ്പിയൻറ്റ് സെപ്പറേറ്റ് ഇൻവോയ്സ് വേണമെന്ന് ആവശ്യപ്പെടാനും പാടില്ല. റെസിപ്പിയൻറ്റ് ഡസ് നോട്ട് റിക്വയർ സച്ച് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു പലചരക്ക് കട നടത്തുകയാണ്. അപ്പോൾ ആ പലചരക്ക് കടയിൽ വന്നിട്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റീറ്റെയിലായിട്ട് ആൾക്കാർ വന്ന് വാങ്ങുന്നതൊക്കെ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ആയിരിക്കും അല്ലേ? ഇങ്ങനെ അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് കൊടുക്കുന്ന സെയില്, ആ സെയിലിൻ്റെ വാല്യൂ ലെസ് ദാൻ 200 ആണ്. എന്ന് മാത്രമല്ല ഈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ സെപ്പറേറ്റ് അയാൾക്ക് ഇൻവോയ്സ് വേണം എന്നയാൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ടാക്സ് ഇൻവോയ്സ് വെച്ച് ഇങ്ങനെ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അറ്റ് ദി ക്ലോസ് ഓഫ് ദി ഡേ, ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ ഇൻവോയ്സും കൂടി ഒരൊറ്റ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 3 കണ്ടീഷൻസ് നിർബന്ധമാണ്. വാല്യൂ ഓഫ് സപ്ലൈ 200-നേക്കാൾ താഴെയായിരിക്കണം, അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ആയിരിക്കണം, ഈ റെസിപ്പിയൻറ്റിന് ഇൻവോയ്സിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അറ്റ് ദി ക്ലോസ് ഓഫ് ഈച്ച് ഡേ, ഓരോ ദിവസമാണ്, അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ മാസത്തേക്കുള്ള മൊത്തം അങ്ങനെ ഇത്തരത്തിലുള്ള സപ്ലൈസിന് കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും ആ ദിവസം ഇങ്ങനെ നടന്നിട്ടുള്ള സപ്ലൈസിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻവോയ്സുകൾ കൺസോളിഡേറ്റഡ് ആയിട്ട് ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിലൊരു എക്സെപ്ഷൻ ഇപ്രാവശ്യം വന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ അഡ്മിഷൻ ടു എക്സിബിഷൻ ഓഫ് സിനിമാറ്റോഗ്രാഫ് ഫിലിംസ് ഇൻ മൾട്ടിപ്ലക്സ് സ്ക്രീൻസ്, നമ്മൾ സാധാരണ ഫിലിമൊക്കെ കാണുന്നതാണ് PVR ലുലുവിലൊക്കെ പോയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ മിക്ക ടിക്കറ്റുകളും 200 രൂപയ്ക്ക് താഴെയായിരിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ടിക്കറ്റ് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക? 10 ആൾക്ക് കൂടിയിട്ട് ഒരൊറ്റ ടിക്കറ്റ് മേടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കൂലേ? അപ്പോൾ അതുകൊണ്ട് ഒരു എക്സെപ്ഷൻ അതിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷനാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് കേസ് 31(3)(C) ബിൽ ഓഫ് സപ്ലൈ. അപ്പോൾ നമ്മൾ ടാക്സ് ഇൻവോയ്സിനെ കുറിച്ചാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ ഇൻവോയ്സിൽ എന്തുണ്ട്? ടാക്സിൻ്റെ ഒരു കോമ്പണൻ്റ് ഉണ്ടാകും. ആ ഇൻവോയ്സ് ഒരു ടാക്സ് പേയിങ് ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് പേയിങ് ഡോക്യുമെൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈ നടത്തുന്ന സമയത്ത് സാധാരണ നോർമലി എന്താ ചെയ്യുക? ഒരു സപ്ലൈ ഒരു സാധനം വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട വാല്യൂവിൻ്റെ പുറമെ അയാൾ എന്ത് ചെയ്യും? GST കൂടി കളക്ട് ചെയ്യും. എന്നിട്ട് ആ GST എന്ത് ചെയ്യും? ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ ഇൻവോയ്സിൽ ഈ പറയുന്ന ടാക്സിൻ്റെ എമൗണ്ടും ടാക്സിൻ്റെ റേറ്റും എല്ലാം കാണിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇൻവോയ്സിൽ ഒരു ടാക്സ് കോമ്പണൻ്റ് അവിടെ കാണില്ല. ടാക്സ് റേറ്റ്, ടാക്സ് എമൗണ്ട് ഇത്രയാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണില്ല. അപ്പോൾ അത് ഏതൊക്കെ കേസിലാണ് വരുന്നത്? ഒന്ന്, എക്സംപ്റ്റ് സപ്ലൈസ് കൊടുക്കുകയാണെങ്കിൽ, സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസസ്. എക്സംപ്റ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഉണ്ടാവുമോ? ടാക്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ കോമ്പോസിഷൻ സ്കീം എടുത്തിട്ടുള്ള ആൾക്കാർ, കോമ്പോസിഷൻ സ്കീമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. സെക്ഷൻ 10 സബ്സെക്ഷൻ 4 പറയുന്നുണ്ട് എന്താണ്? കോമ്പോസിഷൻ സ്കീം എടുത്തുന്ന ആൾക്കാർ cannot collect taxes and also cannot avail input taxes. ടാക്സ് കളക്ട് ചെയ്യാനും പാടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവരെടുക്കാനും പാടില്ല, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ഇൻവോയ്സ് കൊടുക്കുന്ന സമയത്ത് അയാളുടെ ഇൻവോയ്സിൽ എന്തുണ്ടാവില്ല? ടാക്സ് കോമ്പണൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ടാക്സ് ഇൻവോയ്സിൽ ഇഷ്യൂ ചെയ്യേണ്ടത് ബിൽ ഓഫ് സപ്ലൈ ആണ്. ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റീസെൻ്റ്ലി വന്നിട്ടുള്ള പുതിയൊരു അഡീഷനാണ് കൺസെഷണൽ റേറ്റിൽ ടാക്സ് ഇറക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 6%, 3+3 CGST + SGST 3+3 6% ടാക്സ് ഇറക്കുന്ന ഒരു കേസുകളുണ്ട്. ഓക്കെ, നോട്ടിഫിക്കേഷൻ നമ്പർ 2/2019 വന്നിട്ടുള്ള ആ കേസാണെന്നുണ്ടെങ്കിലും സമാനമായ കേസാണ്. കോമ്പോസിഷൻ ലെവിയുമായി ഒരുപാട് സാമ്യതകളുള്ള ഒരു സ്കീമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അവിടെയും ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ 3 കേസുകൾ എന്താണ്? ടാക്സ് കോമ്പണൻറ്റ് ബില്ലിൽ എന്തുണ്ടാവില്ല? ടാക്സ് കോമ്പണൻറ്റ് ഇല്ല. അതുകൊണ്ട് ടാക്സ് ഇൻവോയ്സ് അല്ല അവർ ഇഷ്യൂ ചെയ്യേണ്ടത്, ബിൽ ഓഫ് സപ്ലൈ എന്നതാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. 3 കേസുകളാണ്. എക്സംപ്റ്റ് സപ്ലൈ കൊടുക്കുമ്പോൾ, രണ്ടാമത്തേത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന ബില്ലുകൾ, മൂന്നാമത്തേത് കൺസെഷണൽ റേറ്റ് സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന ഇൻവോയ്സുകൾ. ഓക്കെ.
നെക്സ്റ്റ് വൺ റെസിപ്റ്റ് വൗച്ചർ. റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധനം, ഇപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ 3 രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് എടുക്കാം. ഒന്നാലെ ഈ സാധനം നമ്മൾ മേടിക്കുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ സാധനം അതിനോടൊപ്പം തന്നെ കിട്ടുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റിൽ സാധനം വാങ്ങാം. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങി പക്ഷേ 1 മന്തോ 2 മന്തോ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഓഫ് സപ്ലൈയിലൊക്കെ നമ്മൾ പഠിച്ചൊരു സംഭവമുണ്ട്. ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് എപ്പോഴായിരിക്കും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നൊക്കെയാണ് സപ്ലൈ ഓഫ് സർവീസസിൻ്റെ കേസിലൊക്കെ പറയുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് നേരത്തെ വന്നാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ സമയത്ത് ടാക്സ് കൊടുക്കണം എന്നാണല്ലോ അർത്ഥം അല്ലേ? ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടത്, അതാണ് ടൈം ഓഫ് സപ്ലൈയിൽ പറയുന്നത്. അപ്പോൾ അവിടെയാണ് പറയുന്നത് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആദ്യം വന്നാൽ ആ സമയത്ത് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആദ്യം വരിക എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എന്ത് ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിലും അതിനൊരു ഡോക്യുമെൻ്റ് വേണ്ടേ, ഒരു സപ്പോർട്ടിംഗ് ആയിട്ടൊരു ഡോക്യുമെൻ്റ് വേണ്ടേ? ഇപ്പോൾ ഇവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, കാരണം സപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ റിമൂവൽ ഓഫ് ഗുഡ്സിൻ്റെ സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അതല്ലെങ്കിൽ സർവീസസ് ആണെങ്കിൽ വിത്തിൻ 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി അല്ലേ? പക്ഷേ സപ്ലൈ കൊടുത്തിട്ടില്ല, ഗുഡ്സോ സർവീസ് എന്താണെങ്കിലും അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യില്ല. പക്ഷേ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആദ്യം വന്ന സമയത്ത് സർവീസസ് ആണെങ്കിൽ എന്തായി? അവിടെ ടൈം ഓഫ് സപ്ലൈ ഡേറ്റ് ഓഫ് പേയ്മെൻ്റ് ആയി. അപ്പോൾ അവിടെ ഈ പറഞ്ഞ സപ്ലയർക്ക് ടാക്സ് പേ ചെയ്യാൻ സപ്പോർട്ടിംഗ് ആയിട്ടൊരു ഡോക്യുമെൻ്റ് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സപ്ലയർ റെസിപ്പിയൻറ്റിന് എന്ത് കൊടുക്കണം? റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എല്ലാ കേസുകളിലും ഇൻവോയ്സസ് ഇഷ്യൂ ചെയ്യുന്നത് സപ്ലയറാണ്, റെസിപ്പിയൻ്റ് അല്ല. അഡ്വാൻസ് കൊടുക്കുന്ന ആളല്ല റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്, അഡ്വാൻസ് കിട്ടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ സപ്ലയറാണ് റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെ റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ടാക്സ് അടക്കണമല്ലോ, ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടാണല്ലോ റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ആ സമയത്ത് റേറ്റ് ഓഫ് ടാക്സ് എത്ര എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് റേറ്റ് ഓഫ് ടാക്സ് നമ്മൾ 18% ആയിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ, ഇനി നേച്ചർ ഓഫ് സപ്ലൈ അറിയില്ല, ഇപ്പോൾ ഇൻട്രസ്റ്റേറ്റ് ആയിരിക്കോ ഇൻട്രാസ്റ്റേറ്റ് ആയിരിക്കോ, ചിലപ്പോൾ എന്തായിരിക്കും ഈ പറയുന്ന റെസിപ്പിയൻറ്റിന് കേരളത്തിലൊരു ഗോഡൗൺ ഉണ്ടാവും, തമിഴ്നാട്ടിലൊരു ഗോഡൗൺ ഉണ്ടാവും. അപ്പോൾ സംഭവം ഇങ്ങനെ നമ്മൾ സെയിൽ നടക്കുന്നുണ്ട്, അത് കേരളത്തിലുള്ള ഗോഡൗണിലേക്കാണോ തമിഴ്നാട്ടിലുള്ള ഗോഡൗണിലേക്കാണോ എത്തണമെന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നേച്ചർ ഓഫ് സപ്ലൈ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് നമ്മൾ പരിഗണിക്കണം. അപ്പോൾ IGST ആയിരിക്കും ലെവി ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനോട് കൂടെ തന്നെയാണ് നമ്മൾ റീഫണ്ട് വൗച്ചറും പറയേണ്ടത്. റീഫണ്ട് വൗച്ചർ എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് വൗച്ചർ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് റീഫണ്ട് വൗച്ചർ. റീഫണ്ട് വൗച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സപ്ലയർ അയാൾക്ക് അഡ്വാൻസ് കിട്ടിയപ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്തു. ഓക്കെ, റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്തു. പക്ഷേ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇയാൾ വാങ്ങിയ അഡ്വാൻസ് പേയ്മെൻറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് സപ്ലൈ നടന്നില്ല, ഏതെങ്കിലും കാരണം കൊണ്ട് സപ്ലൈ നടന്നില്ല എന്ന് മാത്രമല്ല, അപ്പോൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ ശ്രദ്ധിക്കുക, റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടാവുന്നില്ല. പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്താണ് റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ടൈം ലിമിറ്റ്, ഗുഡ്സ് ആണെങ്കിൽ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, സർവീസസ് ആണെങ്കിൽ വിത്തിൻ 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ടാക്സ് ഇൻവോയ്സ് നിർബന്ധമായിട്ട് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടി, റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്തു, പക്ഷേ സബ്സിക്വൻ്റ്ലി സപ്ലൈ നടന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്ക് തിരിച്ചൊരു ഡോക്യുമെൻറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് റീഫണ്ട് വൗച്ചർ. അപ്പോൾ റീഫണ്ട് വൗച്ചർ എപ്പോഴുണ്ടാവുള്ളൂ? റെസിപ്റ്റ് വൗച്ചർ ഉണ്ടെങ്കിലേ റീഫണ്ട് വൗച്ചർ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്തു, പക്ഷേ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സപ്ലൈ ഒന്നും നടന്നില്ല, ടാക്സ് ഇൻവോയ്സും ഇഷ്യൂ ചെയ്തില്ല. അതുകൊണ്ട് ആ പറഞ്ഞ പെർട്ടിക്കുലർ സപ്ലൈനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഡി ആണ് റെസിപ്റ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ. എഫ് ഇൻവോയ്സ് ടു ബി ഇഷ്യൂഡ് ബൈ റെസിപ്പിയൻറ്റ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറയുന്നു, എല്ലാ ഡോക്യുമെൻറ്റുകളും എല്ലാ ഇൻവോയ്സുകളും ഇഷ്യൂ ചെയ്യുന്നത് സപ്ലയർ ആണ്, എക്സെപ്റ്റ് വൺ കേസ്. ഒരു കേസിൽ മാത്രം റെസിപ്പിയൻറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് 31(3)(f) പറയുന്നത്. അതെപ്പോഴാണ്? ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ചാർജ് പഠിക്കുന്നുണ്ട്. റിവേഴ്സ് ചാർജിൽ നമ്മൾ സെക്ഷൻ 9 സബ്സെക്ഷൻ 4 പറയുന്ന റിവേഴ്സ് ചാർജ് ഉണ്ട്. 2 ടൈപ്പ് റിവേഴ്സ് ചാർജ് ഉണ്ട്. 9 സബ്സെക്ഷൻ 3 ഉണ്ട്, സബ്സെക്ഷൻ 4 ഉണ്ട്. 9 സബ്സെക്ഷൻ 4 പറയുന്നത് എന്താ? സപ്ലയർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്പിയൻറ്റ് ഡയറക്റ്റ്ലി ഗവൺമെൻറ് ടാക്സ് അടക്കും. ഫോർവേഡ് ചാർജ് ആണെങ്കിൽ സപ്ലയർ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ് ടാക്സ് അടക്കും.
ഓക്കെ. അപ്പോൾ സപ്ലയർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ ഗവൺമെന്റ് ടാക്സ് കൊടുക്കാൻ പറ്റും? ടാക്സ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് റെസിപ്പിയന്റ് ആണ് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കേണ്ടത് അണ്ടർ റിവേഴ്സ് ചാർജ്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ലോജിക്കലി നമുക്ക് ആലോചിച്ച് നോക്കുക, രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ടാക്സ് ഇൻവോയ്സും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇവിടെ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് GST ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സെക്ഷൻ 9(4) ഇത് സെക്ഷൻ 9(3)നും 4നും സെക്ഷനിൽ പറയുന്നുണ്ടെങ്കിലും രണ്ടാമത് പറയുന്നുണ്ട് ആൻഡ് റിസീവ്സ് സപ്ലൈ ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 9(4) മാത്രമേ ഇവിടെ അപ്ലിക്കബിൾ ആകുള്ളൂ. അപ്പോൾ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആകുന്ന കേസുകളിൽ റെസിപ്പിയന്റ് തന്നെയാണ് ഇൻവോയ്സും ഇഷ്യൂ ചെയ്യേണ്ടത്. പക്ഷേ സെക്ഷൻ 9(3)ൽ ഇത് വരില്ല. കാരണം എന്താണ്? 9(3)ലുള്ള സാധാരണ നോർമൽ കേസുകളൊക്കെ ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം ലീഗൽ സർവീസസ് റിവേഴ്സ് ചാർജ് ആണ്. അപ്പോൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ. രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അയാൾക്ക് GST നമ്പർ ഉണ്ടാവും, അപ്പോൾ ടാക്സ് ഇൻവോയ്സ് അയാൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഈ സപ്ലയർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് റെസിപ്പിയന്റ് തന്നെയാണ് ഇൻവോയ്സും ഇഷ്യൂ ചെയ്യേണ്ടത്. 31(3)G പറയുന്നത് പേയ്മെന്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ റിവേഴ്സ് ചാർജ് കേസിലും വരുന്നതാണ്. എന്നുള്ള സെക്ഷൻ 9(3)ലും 9(4)ലും രണ്ട് ടൈപ്പ് ഓഫ് റിവേഴ്സ് ചാർജിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള സംഭവമാണ് പേയ്മെന്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന റെസിപ്പിയന്റ്, ആർക്ക് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത്? സപ്ലയർക്ക് റെസിപ്പിയന്റ് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് റെസിപ്പിയന്റ് ഇഷ്യൂ ചെയ്യേണ്ട ഇൻവോയ്സിന്റെ പേരാണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് പേരാണ് പേയ്മെന്റ് വൗച്ചർ. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ 31(3)Fഉം Gയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Fൽ എന്തേ വരുള്ളൂ? സെക്ഷൻ 9(4) വരുള്ളൂ. കാരണം 9(4)ലുള്ള RCMനെ ഈ പറയുന്ന ഇൻവോയ്സ് റെസിപ്പിയന്റ് ഇഷ്യൂ ചെയ്യേണ്ട കേസ് വരുന്നുള്ളൂ. പക്ഷെ ഈ പറയുന്ന പേയ്മെന്റ് വൗച്ചർ, അതായത് 31(3)Gയിലുള്ള സംഭവം എല്ലാ RCM റെസിപ്പിയൻസും ഇഷ്യൂ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് പേയ്മെന്റ് വൗച്ചർ എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ 34ലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്ഷൻ 31 കഴിഞ്ഞു, 32, 33 ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് ഞാൻ പറഞ്ഞു. 34 ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്സ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ആണെങ്കിലും ശ്രദ്ധിക്കുക, പഴയ ലോ ഒക്കെ പഠിച്ചിട്ടുള്ള ബാറ്റൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡൗട്ട് വരാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ ആദ്യം പറയാണ്, ക്രെഡിറ്റ് നോട്ട് ആണെങ്കിലും ഡെബിറ്റ് നോട്ട് ആണെങ്കിലും സപ്ലയർ തന്നെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 31(3)Fൽ പറയുന്ന ഇൻവോയ്സ് ഒഴികെ ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും ഇഷ്യൂ ചെയ്യുന്നത് ആരാ? സപ്ലയർ തന്നെയാണ്. അപ്പോൾ പ്രീവിയസ് ലോയിൽ വാറ്റിലൊക്കെ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിരുന്നത് റെസിപ്പിയന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്തല്ല, ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന റെസിപ്പിയന്റ് അല്ല, അത് സപ്ലയർ തന്നെയാണ്. ക്രെഡിറ്റ് നോട്ട് ആണെങ്കിലും ഡെബിറ്റ് നോട്ട് ആണെങ്കിലും ഇഷ്യൂ ചെയ്യേണ്ടത് ആരാണ്? സപ്ലയർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ക്രെഡിറ്റ് നോട്ട്, ഇത് എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യേണ്ട സർക്കംസ്റ്റാൻസസ്. ഓക്കെ. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യേണ്ടത് 4 സർക്കംസ്റ്റാൻസ് വരുമ്പോഴാണ്. അതിൽ ഒന്ന്, മൂന്നാമത്തെ പോയിന്റ് ഞാൻ ആദ്യം പറയാം. ഇഫ് ദ ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ ദി റെസിപ്പിയന്റ്. ഓക്കെ. ഈ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാ? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സെയിൽ നടക്കുകയാണ്. ഒരു സെയിൽ നടക്കുമ്പോൾ സപ്ലയർ റെസിപ്പിയന്റിന് ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. ഈ ടാക്സ് ഇൻവോയ്സിൽ എന്തുണ്ടാവും? ടാക്സ് എമൗണ്ട് ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ ടാക്സ് ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള വാല്യൂ ഓഫ് സപ്ലൈ ഉണ്ട്. അപ്പോൾ 1 lakh എടുക്കുക, 1 lakh ആണ് വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് എമൗണ്ട് ആണ് ആ പറഞ്ഞ പെർട്ടിക്കുലർ ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടാവുക. അപ്പോൾ 18% ആണ് ടാക്സ് റേറ്റ് എന്നുണ്ടെങ്കിൽ 18,000 ടാക്സ് ആണ് അതിൽ കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്ന 4 സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ ഈ പറഞ്ഞ ടാക്സിനെ റിവേഴ്സ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ മൂന്നാമത്തെ എടുത്തത്. അപ്പോൾ ഇഫ് ദ ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺ ബൈ ദി റെസിപ്പിയന്റ്. ഇപ്പോൾ ഈ 1 lakhന്റെ ഗുഡ്സ് ആണ് ഇയാൾ ഈ സപ്ലയർ റെസിപ്പിയന്റിന് കൊടുത്തത്. പക്ഷേ അതിലൊരു 20,000ന്റെ ഗുഡ്സ് എന്ത് ചെയ്തു? ഈ പറഞ്ഞ റെസിപ്പിയന്റ് റിട്ടേൺ ചെയ്തു, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ റെസിപ്പിയന്റ് പൈസ കൊടുത്ത സമയത്ത്, പേയ്മെന്റ് കൊടുത്ത സമയത്ത് 18,000 കൊടുത്തില്ലേ? 18,000 എന്നുള്ളത് 1 lakhുമുള്ള ടാക്സ് റേറ്റ് അല്ലേ? അപ്പോൾ പക്ഷേ അതിൽ 20,000 റുപ്പീസിന്റെ ഗുഡ്സ് എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു, അല്ലേ? അപ്പോൾ ഈ 20,000 റുപ്പീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് ഇയാൾ കൊടുത്തത് വെറുതായില്ലേ? അപ്പോൾ ആ സംഭവം ഇയാൾക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. ഓക്കെ. അപ്പോൾ അത് റെക്കോർഡിക്കലി
അതെന്ത് ചെയ്യണം, അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നൊക്കെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന സംഭവമാണ് പർച്ചേസ് റിട്ടേൺ. ആ പർച്ചേസ് റിട്ടേൺ നടക്കുമ്പോൾ സപ്ലയർ എന്ത് ചെയ്യണം, റെസിപ്പിയൻറ്റിന് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലെന്താ ഉണ്ടാവുക, 20,000 റുപ്പീസിൻ്റെ വാല്യൂ ഇങ്ങനെ റിട്ടേൺ ചെയ്തതായിട്ടുള്ള സംഭവം കാണിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 18% ടാക്സ് ആണെന്നുണ്ടെങ്കിൽ 3,600 റുപ്പീസ് ടാക്സ് അടച്ചതിനെ റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഇതിലുള്ള നാലാമത്തെ പോയിന്റ്, ഈ പറഞ്ഞ ഗുഡ്സ് സപ്ലൈ ചെയ്തത് ഡെഫിഷ്യൻ്റ് ആണ്. അതായത് സപ്ലയർ റെസിപ്പിയൻറ്റിന് 1 lakhന്റെ ഗുഡ്സ് കൊടുത്തു, അതിൽ 30,000ന്റെ ഗുഡ്സ് എന്താണ്, ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എന്താണ്, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നാലെ ഈ പറഞ്ഞ റെസിപ്പിന് എന്ത് ചെയ്യും, ഈ 30,000 റുപ്പീസിൻ്റെ ഗുഡ്സ് തിരിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ അയാൾ അത് നശിപ്പിച്ച് കളയും. കാരണം തിരിച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, എന്തായാലും ഉപകാരമില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ ആ റെസിപ്പിയൻ്റ് തന്നെ അത് നശിച്ചു പോകും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ 30,000 ഗുഡ്സ് വാല്യൂവിൻ്റെ ഗുഡ്സ് തിരിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗുഡ്സ് ആർ റിട്ടേൺഡ് ബൈ ദി റെസിപ്പി എന്നുള്ള ഇതിലാണ് നമുക്ക് വരിക. ഇനി അതല്ല, ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, ഇയാളത് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിച്ചത്, റെസിപ്പിയൻറ്റിന് ഇതിൻ്റെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ സപ്ലൈഡ് ആർ ഫൗണ്ട് ടു ബി ഡെഫിഷ്യൻറ്റ്. ഈ റെസിപ്പിന് സാധനം കിട്ടിയപ്പോൾ സമയത്ത് തന്നെ ഇത് ഡെഫിഷ്യൻ്റ് ആണ്, ഇത് ഉപയോഗശൂന്യമാണ്. അപ്പോൾ അതുകൊണ്ട് റെസിപ്പിയൻ്റ് എന്ത് ചെയ്യേണ്ടി, റെസിപ്പിൻ്റെ എന്ത് വേണം, ഈ പറയുന്നത് 30,000 തിരിച്ചു വേണം അല്ലേ. 1 lakh അയാൾ പൈസ കൊടുത്തു, പക്ഷേ 70,000 ഗുഡ്സ് നല്ലതായിട്ട് കിട്ടിയുള്ളൂ, 30,000 ഗുഡ്സ് കേടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 30,000 റുപ്പീസ് എന്തായാലും സപ്ലയർ കൊടുക്കണം. അപ്പോൾ അവിടെയും ഈ പറഞ്ഞത് പോയിട്ടുള്ള ടാക്സ് കോമ്പണൻറ്റിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത കേസ് വരാം. ഇതിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കേസ്. ഓക്കെ, അപ്പോൾ എന്താണത്, ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള വാല്യൂ ആക്ച്വൽ വാല്യൂവിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ എടുക്കാം. ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള വാല്യൂ 1 lakh ആണ്, പക്ഷേ ആക്ച്വലി 80,000 ഉള്ളൂ. ഓക്കെ, ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള വാല്യൂ 1 lakh ആണ്, പക്ഷേ ആക്ച്വലി ഇയാൾ കൊടുത്ത ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ വാല്യൂ 80,000 ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അതേ എഫക്റ്റാണ് വരിക. ഈ 20,000 എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം അല്ലേ. ഇൻവോയ്സിൽ 1 lakh റുപ്പീസ് കാണിച്ചു, പക്ഷേ ശരിക്കും 80,000 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ 1 lakh മേലല്ലേ ഇയാൾ ടാക്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ എക്സസ് എമൗണ്ട് എത്രയാണോ ഇൻവോയ്സ് കാണിച്ചിട്ടുള്ളത്, ആ എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. അവസാനത്തെ കേസ്, ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള ടാക്സ് റേറ്റ് ഹയർ ദാൻ വാട്ട് ഈസ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 12% ഐറ്റം ആയിരുന്നു അത്, പക്ഷേ 18% ആണ് ഇൻവോയ്സിൽ കാണിച്ചത്. അപ്പോൾ 1 lakh മേൽ 12% ശരിക്കും 12,000 ടാക്സ് വരാൻ പാടുള്ളൂ, പക്ഷേ 18% തെറ്റായി കാണിച്ചുകൊണ്ട് 18,000 ആണ് ടാക്സ് ആയിട്ട് വന്നത്. അതായത് 6,000 റുപ്പീസ് എക്സസ് ടാക്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയും റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് നോട്ടാണ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 4 കേസുകളാണ്. ഒന്ന്, ഇഫ് ദ ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺ ബൈ ദ റെസിപ്പിയൻ. രണ്ടാമത്തത്, ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈഡ് ആർ ഫൗണ്ട് ടു ബി ഡെഫിഷ്യൻറ്റ്. മൂന്നാമത്തത്, ദ വാല്യൂ ഡിക്ലയർഡ് ഇൻ ദ ഇൻവോയ്സ് ഈസ് മോർ ദാൻ ആക്ച്വൽ വാല്യൂ. നാലാമത്തത്, ദ റേറ്റ് ഓഫ് ടാക്സ് ഡിക്ലയർഡ് ഇൻ ദ ഇൻവോയ്സ് ഈസ് ഹയർ ദാൻ വാട്ട് ഈസ് അപ്ലിക്കബിൾ ഫോർ സച്ച് കൈൻഡ് ഓഫ് സപ്ലൈ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെബിറ്റ് നോട്ടിൻ്റെ സിറ്റുവേഷൻസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് നോട്ടിൽ പറഞ്ഞ അവസാനത്തെ 2 കേസിൻ്റെ നേരെ ഉൾട്ടാണ്. അതായത് അവസാനം നമ്മൾ പറഞ്ഞു ടാക്സ് എമൗണ്ട് ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള വാല്യൂ ഓഫ് സപ്ലൈ ശരിക്കുള്ളതിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അതേപോലെ തന്നെ ടാക്സ് എമൗണ്ട് ശരിക്കുള്ള ടാക്സ് എമൗണ്ടിനേക്കാൾ കൂടുതലാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് വരും. എങ്ങനെ, ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള എമൗണ്ട് ആക്ച്വൽ വാല്യൂവിനേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ 1 lakh ആണ് ഇൻവോയ്സിൽ കാണിച്ചത്, പക്ഷേ 1,20,000 റുപ്പീസിൻ്റെ ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള എമൗണ്ട് കുറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു 20,000 വേറൊരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യല്ല ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഓൾറെഡി 1,20,000 ഗുഡ്സ് കൊടുത്തിട്ടുണ്ടാവും, കൈമാറിയിട്ടുണ്ടാവും ഇല്ലേ. ഇനി വീണ്ടും 20,000 റുപ്പീസിൻ്റെ ഗുഡ്സ് കൈമാറി എന്ന് പറഞ്ഞാൽ അയാളുടെ സ്റ്റോക്കിൽ അത്രയും കുറച്ച് കാണിക്കേണ്ടി വരില്ലേ, ഇല്ല. അപ്പോൾ രണ്ടാമത് 20,000 ഇൻവോയ്സ് കൊടുക്കുന്ന സമയത്ത് ശരിക്കും ഗുഡ്സ് കൊടുക്കുന്നില്ല, ഗുഡ്സൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ, തെറ്റിപ്പോയതാണ് അത്. ഇൻവോയ്സിൽ 1,20,000 കാണിക്കുന്നതിന് പകരം 1 lakh എന്നാണ് കാണിച്ചത്, അതുകൊണ്ട് തെറ്റിപ്പോയതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ ഉള്ള 20,000-ന് വേറൊരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യല്ല വേണ്ടത്, അതിന് പകരം എന്ത് ചെയ്യണം, ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക.
ഓക്കെ, അപ്പോൾ 20,000 റുപ്പീസിൻ്റെ ഒരു ഡെബിറ്റ് നോട്ട് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. അതേപോലെ തന്നെ ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള ടാക്സ് എമൗണ്ട് ആക്ച്വലി ഉള്ള ടാക്സ് എമൗണ്ടിനേക്കാൾ കുറഞ്ഞു പോയി. അപ്പോൾ 18% ആയിരുന്നു ശരിക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ്, പക്ഷേ 12% കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ 1 ലാഖിൻ്റെ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 18% ആണെങ്കിൽ 18,000 കളക്ട് ചെയ്യേണ്ടതാണ്, പക്ഷേ 12% ആണ് കാണിച്ചത്, അതുകൊണ്ട് 12,000 കളക്ട് ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള 6% എന്ത് ചെയ്യണം, അതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻവോയ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനിയുള്ളത് ഒരു HSN കോഡുകൾ, HSN ഡിജിറ്റ്. നമുക്കറിയാം ഈ ഗുഡ്സിനെ GSTയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് HSN വെച്ചിട്ടാണ്. HSN എന്ന് പറഞ്ഞാൽ ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഓക്കെ, അപ്പോൾ ഇതൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗുഡ്സിനെ ഇപ്പോൾ ഒരു ബില്ലിൽ കാണുമല്ലോ, ആ ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാണ് എന്ന് ഇൻവോയ്സിൽ കാണിക്കണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാ ആൾക്കാർക്കും ഇല്ല. ടേൺ ഓവർ അയാളുടെ ആനുവൽ ടേൺ ഓവറൊക്കെ നോക്കിയിട്ടാണ്, പ്രീവിയസ് ഇയറിലെ ആനുവൽ ടേൺ ഓവർ നോക്കിയിട്ടാണ് ഇൻവോയ്സിൽ HSN കോഡ് കാണിക്കണമെങ്കിൽ തന്നെ എത്ര ഡിജിറ്റ് കാണിക്കണം എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ആനുവൽ ടേൺ ഓവർ ലെസ് ദാൻ 1.5 crore ആണെങ്കിൽ HSN കോഡ് കാണിക്കേണ്ട ആവശ്യമില്ല. 5 crore താഴെയാണെന്നുണ്ടെങ്കിൽ, അതായത് 1.5 to 5 crore വരെ എന്നുണ്ടെങ്കിൽ 2 ഡിജിറ്റ് HSN കോഡ് കാണിക്കണം. അതേപോലെ ആനുവൽ ടേൺ ഓവർ മോർ ദാൻ 5 crores ആണെന്നുണ്ടെങ്കിൽ 4 ഡിജിറ്റ് HSN കോഡ് കാണിക്കണം. പിന്നെ എത്ര കോപ്പിയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? അപ്പോൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 3 കോപ്പി വേണം, അതായത് ഇൻവോയ്സ് ഷാൽ ബി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ്. 3 കോപ്പി വേണം. ഒറിജിനൽ കോപ്പി ആർക്കാണ് കൊടുക്കുക? റെസിപ്പിയൻറ്റിനാണ് കൊടുക്കുക. സെക്കൻഡ് കോപ്പി, അതായത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആർക്ക് കൊടുക്കും? ട്രാൻസ്പോർട്ടർ കൊടുക്കും. ട്രിപ്ലിക്കേറ്റ് കോപ്പി കൊടുക്കുന്നത് സപ്ലയർക്കാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു ഇൻവോയ്സ് വേണം. അയാളുടെ ട്രക്കിലുള്ളത് ഇത്രയും ഗുഡ്സാണ്, ഈ ഗുഡ്സാണ് ഇന്ന ആളെ അടുത്തു നിന്നാണ് കൊണ്ടുവരുന്നത്, ഈ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഇൻവോയ്സ് അയാളുടെ കയ്യിലുണ്ടാവണം. അങ്ങനെ ട്രാൻസ്പോർട്ടർ കൊടുക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്. സർവീസസ് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്പോർട്ടറിൻ്റെ കേസ് വരില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 കോപ്പി മതി. ഡ്യൂപ്ലിക്കേറ്റിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഒറിജിനൽ ഫോർ ദി റെസിപ്പിയൻറ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ദി സപ്ലയർ. ഓക്കെ, നെക്സ്റ്റ് ഇ-വേ ബിൽ. ഇ-വേ ബില്ല് ലാസ്റ്റ് അറ്റംപ്റ്റിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കുറവാണ്, പക്ഷെ എന്നാലും MCQയിലൊക്കെ ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇ-വേ ബിൽ എന്താണ്? ഇ-വേ ബിൽ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട സംഭവമാണ്, അവിടെ ഇഷ്യൂ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ്. ഇപ്പോൾ ഇൻവോയ്സ് എന്നതിന് പുറമേ ആയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഗുഡ്സ് ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇ-വേ ബില്ല് കൂടി ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം മുന്നൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കേട്ടിട്ടില്ല. ചെക്ക് പോസ്റ്റിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഇയാൾ ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള ഗുഡ്സും അതേപോലെ ഇയാളുടെ ട്രക്കിലുള്ള ഗുഡ്സൊക്കെ സെയിം ആണോ എന്നുള്ള ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ചെക്കിങ്ങിനൊക്കെ എന്നാൽ ടാക്സ് ഇവേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പകരം ഇപ്പോൾ GST വന്നപ്പോൾ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ എടുത്ത് ഒഴിവാക്കി പകരം ഇ-വേ ബിൽ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴാണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ പറയുന്നത് കൺസൈൻമെൻറ്റ് വാല്യൂ 50,000 മുകളിലുണ്ടെങ്കിൽ മാത്രം ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കൺസൈൻമെൻറ്റ് വാല്യൂ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൺസൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ പർട്ടിക്കുലർ ട്രക്കിൽ അല്ലെങ്കിൽ ഏതാണോ കൺവെയൻസ് എന്തിലാണോ കൊണ്ടുപോകുന്നത് അതിലുള്ള ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണോ അത് മാത്രമേ നോക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ സെക്ഷൻ 15 പറയുന്ന വാല്യൂ ഓഫ് സപ്ലൈ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അഡീഷൻസും അതേപോലെ ഡിഡക്ഷൻസും ഒക്കെ ഉണ്ട്. ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കുറക്കാം, വേറെ ഇൻസിഡൻറ്റ് എക്സ്പെൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂട്ടാം. അതല്ല വാല്യൂ ഓഫ് സപ്ലൈ അല്ല നമ്മൾ പറയുന്നത് കൺസൈൻമെൻറ്റ് വാല്യൂ. ഈ കൊണ്ടുപോകുന്ന ഗുഡ്സിൻ്റെ വാല്യൂ എത്രയുണ്ട്? ഈ പറയുന്ന കൺസൈൻമെൻറ്റ് വാല്യൂ 50,000 കൂടുതലുണ്ടെങ്കിൽ മാത്രം ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ പറഞ്ഞ ഗുഡ്സ് കൊണ്ടുപോകുന്നത് എന്തിനാണ്? ചിലപ്പോൾ അതൊരു സപ്ലൈയുടെ ഭാഗമായിട്ടായിരിക്കും. എന്നാൽ ഒരാൾ വേറെ ആൾക്ക് സാധനം വിൽക്കുകയാണ്, അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഫോർ റീസൺസ് അതർ ദാൻ സപ്ലൈ ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാലോ സെക്ഷൻ 7 നമ്മൾ പറയുന്നുണ്ട് സപ്ലൈയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് എന്ത്? കൺസിഡറേഷൻ വേണം എന്നുള്ളത്. കൺസിഡറേഷൻ ഷെഡ്യൂൾ 1 വെച്ച് ബാക്കിയുള്ള കൺസിഡറേഷൻ ഇല്ലാത്ത കേസുകളൊന്നും സപ്ലൈ അല്ല. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് ഒരാൾ വേറെ ആൾക്ക് കൊണ്ടുപോകുന്ന സംഭവമാണ്. പക്ഷേ അതൊന്നും നമ്മൾ നോക്കൂല. ഈ പറയുന്ന കൺസൈൻമെൻറ്റ് വാല്യൂ ഈ പറയുന്ന കൊണ്ടുപോകുന്ന ഗുഡ്സിൻ്റെ വാല്യൂ 50,000 കൂടുതലാണെങ്കിൽ അവിടെ ഇ-വേ ബില്ല് വേണം. അപ്പോൾ സപ്ലൈ അല്ലേ, രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ അൺരജിസ്റ്റേർഡ് അങ്ങനത്തെ സംഭവമൊന്നും നോക്കില്ല.
ഓക്കെ, ഏത് കേസാണെന്നുണ്ടെങ്കിലും ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ 50,000 നമ്മൾ പറഞ്ഞ 50,000-ൻ്റെ മുകളിലേക്കാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ. ഓക്കെ, പക്ഷേ 2 കേസുകളിൽ മാത്രം ഈ കൺസൈൻമെൻറ്റ് വാല്യൂ ലെസ് ദാൻ 50,000 ആണെന്നുണ്ടെങ്കിലും ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അതിൽ ഒന്നാമത്തത് നമ്മൾ രജിസ്ട്രേഷൻ പഠിച്ചപ്പോൾ കമ്പൽസറി രജിസ്ട്രേഷൻ വേണ്ട 2 കേസുകൾ, അതായത് ഒന്ന് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സും അതേപോലെ കാഷ്വൽ ടാക്സുള്ള പേഴ്സണും. ഇങ്ങനെ ഇതിന് നമ്മളൊരു എക്സെപ്ഷൻ കൊടുത്തിരുന്നു. സെക്ഷൻ 23 സെക്ഷൻ 23 നമ്മൾ ഒരു എക്സെപ്ഷൻ കൊടുത്തവർക്ക് എന്താണ്, സ്പെസിഫൈഡ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ വേണ്ട. എന്താണ് ടേൺ ഓവർ ലിമിറ്റ്, അവർക്കുള്ള ലിമിറ്റ് എത്ര, അവരുടെ സ്റ്റേറ്റിൽ എത്രയാണോ ലിമിറ്റ്, ആ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം രജിസ്ട്രേഷൻ എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 23-ലെ ആ പറഞ്ഞ റിലാക്സേഷൻ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അത് നിർബന്ധമാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പറഞ്ഞ സെക്ഷൻ 23-ൽ രജിസ്ട്രേഷൻ വേണ്ട എന്ന ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തത് ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ടു ജോബ് വർക്കർ. ഒരു ജോബ് വർക്ക് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഫൈനലിൽ പഠിക്കുന്നതാണ്. പിന്നെ ജോബ് വർക്കർ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻസിപ്പൾ ജോബ് വർക്കറിൻ്റെ അടുത്തേക്ക് അയാളുടെ ഗുഡ്സ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ, കൺസൈൻമെൻറ്റ് വാല്യൂ 50,000-നേക്കാൾ കുറവാണെങ്കിൽ പോലും അയാൾ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. നെക്സ്റ്റ്, ഇ വേ ബില്ലിന് 2 പാർട്ടുണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. ഈ പാർട്ട് എയും പാർട്ട് ബിയും ഫില്ല് ചെയ്താൽ മാത്രമേ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇ വേ ബില്ല് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എല്ലാം പറഞ്ഞു, എല്ലാ ആൾക്കാർക്കും ഒരു GSTIN ഉണ്ടാവും, GST നമ്പർ ഉണ്ടാവും. അപ്പോൾ ഈ GSTIN വെച്ചിട്ടാണ് GST കോമൺ പോർട്ടൽ, GST നെറ്റ്വർക്ക് www.gst.in എന്നുള്ള സൈറ്റിലേക്ക് കയറിയാൽ അതാണ് GST കോമൺ പോർട്ടൽ. ആ കോമൺ പോർട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം? 2 പാർട്ടിലായിട്ടാണ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്, പാർട്ട് എയിലും പാർട്ട് ബിയിലും. പാർട്ട് എയിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് സപ്ലയറിൻ്റെയും റെസിപ്പിയൻ്റ്, എന്താണ് സപ്ലൈ, എവിടേക്കാണ് പോകുന്നത്, എവിടുന്നാണ് വരുന്നത്, ഇങ്ങനെ ആ സപ്ലൈയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ട് ബിയിൽ കൊടുക്കേണ്ടത് ട്രാൻസ്പോർട്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഏത് വണ്ടിയാണ്, ഏത് ട്രാൻസ്പോർട്ട് ഏജൻസിയാണ്, വെഹിക്കിൾ നമ്പർ എത്രയാണ്, ഡ്രൈവർ ആരാണ്, അയാളുടെ ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. അപ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാലേ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഇഷ്യൂ വരും. അതായത് ഇപ്പോൾ നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ട് ഏജൻസിനെയാണ് ഏൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് വണ്ടിയില്ല, നമ്മളിൽ സ്വന്തമായിട്ട് ലോറി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ട്രാൻസ്പോർട്ട് ഏജൻസികളുണ്ടാവും, GTL ഉണ്ടാവും, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസികൾ ഉണ്ടാകും. അവരുടെ അടുത്ത് ഗുഡ്സ് കൊണ്ടുപോയി കൊടുക്കും. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ എൻ്റെ GTAൻ്റെ സ്ഥലം, എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് എൻ്റെ GTAൻ്റെ ഓഫീസിലേക്ക് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ GTAൻ്റെ ഓഫീസിൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണമല്ലോ. ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വന്നെടുക്കും. ഇനി അതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിലും അവിടെ ഇ വേ ബില്ല് വേണ്ടേ? അതായത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അവിടെ ഇ വേ ബില്ല് വേണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ സ്ഥലത്തേക്ക് പോകുമ്പോഴും മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അല്ലേ? അപ്പോൾ അവിടെ ഇനി ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷനാണ്. ഇങ്ങനെയുള്ള ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടറിൻ്റെ സ്ഥലവും അതേപോലെ പ്ലേസ് ഓഫ് ബിസിനസ്സും തമ്മിൽ, കൺസൈനറിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സും തമ്മിൽ 50 കിലോമീറ്ററിനേക്കാൾ കൂടുതലില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൺസൈനറിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് 50 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എന്ത് GTAൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്. അപ്പോൾ അങ്ങനെ എന്ന് മാത്രമല്ല, ഇത് രണ്ടും ഒരു സ്റ്റേറ്റിലാണ്. അതായത് കൺസൈനറിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സും GTAൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സും രണ്ടും ഒരു സ്റ്റേറ്റിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട. അതായത് കൺസൈനറിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിന്ന് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാതെ തന്നെ GTAൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിലേക്ക് നമുക്ക് ഗുഡ്സ് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ അതർ സൈഡ്, അതായത് ഇപ്പോൾ നമ്മൾ ഗുഡ്സ് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു, ഗുഡ്സ് അവിടെ എത്തുന്നത്, ഡെസ്റ്റിനേഷനിൽ എത്തുക. അപ്പോൾ ഇതിൽ ഇടയിൽ പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ട്രാൻസ്പോർട്ടർക്ക് വേണമെങ്കിൽ വേറെ ട്രാൻസ്പോർട്ടറെ ഏൽപ്പിക്കാൻ പറ്റും. അതായത് ഞാനിവിടെ പോയിട്ടൊരു ട്രാൻസ്പോർട്ടറെ ഏൽപ്പിച്ചു, ആ ട്രാൻസ്പോർട്ടർ എന്ത് ചെയ്തു? വഴിയിൽ വെച്ചിട്ട് വേറൊരു ട്രാൻസ്പോർട്ടറിനെ ഏൽപ്പിച്ചു. അതായത് ഗുഡ്സ് ഇയാളുടെ ട്രക്കിൽ നിന്ന് വേറെ ട്രക്കിലേക്കൊക്കെ മാറ്റി
പിന്നെ ആ ആളാണ് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ട്രാൻസ്പോർട്ടർ മാറുന്ന സമയത്ത് രണ്ടാമത് വന്ന ട്രാൻസ്പോർട്ടർ അയാളുടെ സ്ഥലത്ത് പോയിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഗുഡ്സ് കൈമാറുക. അപ്പോൾ അയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ്സും, അതായത് രണ്ടാമത് വരുന്ന ട്രാൻസ്പോർട്ടറിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സും ഈ ഗുഡ്സ് ഫൈനലി എത്തേണ്ട ഡെസ്റ്റിനേഷൻ, ആ ഡെസ്റ്റിനേഷനും തമ്മിൽ ഈ പറഞ്ഞ സെയിം ക്രൈറ്റീരിയ 50 കിലോമീറ്റേഴ്സിനുള്ളിലും അതേപോലെ സെയിം സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ട, അവിടെ ഇനിയൊരു സെപ്പറേറ്റ് ഇ വേ ബില്ലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ നിന്ന് കുന്നംകുളത്താണ് പിന്നെ ട്രാൻസ്പോർട്ടറിൻ്റെ സ്ഥലമുള്ളത്. അതൊരു 30 കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ത് വേണ്ട, ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ഈ തൃശ്ശൂരിൽ നിന്നുള്ള എൻ്റെ സ്ഥലത്ത് നിന്ന് കുന്നംകുളത്തേക്ക് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ GTൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സെപ്പറേറ്റ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട. അവിടെ നിന്ന് ഇനി എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകാൻ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്ത് ഇവിടുന്ന് കുന്നംകുളത്തു നിന്നാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തത്. അങ്ങനെ അത് തമിഴ്നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലെ എത്രേൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഡെസ്റ്റിനേഷനിൽ എത്രേൻ്റെ ഒരു 20 കിലോമീറ്റർ മുന്നേ ട്രാൻസ്പോർട്ടറിൽ മാറി. അങ്ങനെയാണെങ്കിൽ അവിടെയും സെപ്പറേറ്റ് ഇ വേ ബില്ലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ഇ വേ ബില്ല് കൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് സമയത്ത് കൈമാറുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ ഇ വേ ബില്ല് കൊണ്ട് തന്നെ അവിടെ വരെ എത്താൻ പറ്റും. നേരെ മറിച്ച് എൻ്റെ ട്രാൻസ്പോർട്ട് ഉള്ളത് എറണാകുളത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50 കിലോമീറ്റേഴ്സായി. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേറെ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു പാർട്ട് എയും പാർട്ട് ബിയും രണ്ട് പാർട്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞാലേ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കേസിൽ അവിടെ ഒരു പ്രശ്നം നമുക്ക് വരില്ലേ? അതായത് ഇപ്പോൾ നമ്മുടെ ലോറിയിലാണ് കൊണ്ടുപോകുന്നത്, വേറെ ട്രാൻസ്പോർട്ടറിൻ്റെ ലോറിയിലാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടറിൻ്റെ അടുത്തേക്ക് പോയി അവിടെ പോയാലായിരിക്കും നമുക്കറിയാം ഈ ലോറിയിലാണ് കൊണ്ടുപോകുന്നത്, അതേപോലെ കൊണ്ടുപോകുന്ന ഡ്രൈവർ ഇയാളാണ്. അങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് വരും. അതായത് നമ്മൾ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ്, പാർട്ട് ബി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. അത് കിട്ടുന്ന എപ്പോഴായിരിക്കും, നമ്മൾ GTൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ പോയാലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ട് എ മാത്രം ഫില്ല് ചെയ്യുക. പാർട്ട് എ മാത്രം ഫില്ല് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടറിൻ്റെ ഡീറ്റെയിൽസിൽ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടറിൻ്റെ GSTI അത് നമുക്കറിയാമായിരിക്കുമല്ലോ. ഏതായാലും ഈ പറഞ്ഞ ഈ പർട്ടിക്കുലർ GSTയുടെ കയ്യിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ GSTI നമ്പർ നമ്മുടെ കയ്യിലുണ്ടാകും. ആ GSTI നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇവിടെ ജനറേഷൻ്റെ പേജിൽ കോട്ട് ചെയ്ത് കൊടുത്താൽ ഈ പറയുന്ന ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാനുള്ളതിൻ്റെ ആ പ്രോസസ്സ് തുടങ്ങിയതായിട്ട് ഈ പറഞ്ഞ GTAയുടെ സൈറ്റിൽ അല്ലെങ്കിൽ അയാളുടെ പോർട്ടലിൽ പോയിട്ട് എന്ത് കൊടുക്കും, ഇത് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി എന്ത് ചെയ്താൽ മതി, അവിടെ എത്തിയതിന് ശേഷം ഏതാണ് വെഹിക്കിൾ, ആരാണ് ഡ്രൈവർ, എല്ലാ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷം കൺസൈനർക്ക് തന്നെ വന്നാലേ ബാക്കി പാർട്ട് ബി കൂടി ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് അയാളുടെ യൂസർ ID ഇതൊക്കെ വെച്ച് കയറി എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇയാളുടെ GSTIN കോട്ട് ചെയ്ത സമയത്ത് ഇയാളുടെ പോർട്ടലിൽ വന്നിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബാലൻസ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്ത് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തതിന് വാലിഡിറ്റി എത്രയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തു, വണ്ടി ഒന്നും കൊണ്ടുപോയില്ല, 2 ആഴ്ച കൊണ്ടുപോയിട്ടാണ് സാധനം ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അപ് ടു 100 കിലോമീറ്റേഴ്സ് വരെയുള്ള സ്ഥലത്തേക്കാണെങ്കിൽ, അപ്പോൾ എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഇ വേ ബില്ല് ജനറേറ്റ് എവിടെ നിന്നാണോ അവിടുന്ന് ഡെസ്റ്റിനേഷനിലേക്ക് വിത്തിൻ 100 കിലോമീറ്റേഴ്സ് ആണ്. അത് 100 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര ദിവസം വാലിഡിറ്റി ഉണ്ടാവും, 1 ദിവസം വാലിഡിറ്റി ഉണ്ടാവും. പിന്നെ വരുന്ന 100-നധികമാണ്, 100-നേക്കാൾ അധികമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ 100 കിലോമീറ്ററും പ്ലസ് 1 ദിവസം വെച്ചിട്ട് ഈ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആയി കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 250 കിലോമീറ്റർ ഉണ്ട്. 250 കിലോമീറ്റർ ഉണ്ടെങ്കിൽ എത്ര ഡേയ്സിന് വാലിഡിറ്റി കിട്ടും, എത്ര കിട്ടും, 3 ഡേയ്സ് വാലിഡിറ്റി കിട്ടും. ഓക്കെ, പക്ഷേ ഈ 100 കിലോമീറ്റേഴ്സ് എന്നുള്ളത് ഓവർ ഡൈമെൻഷണൽ കാർഗോ എന്ന് പറഞ്ഞാൽ വലിയ മൾട്ടി ആക്സിൽ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, വലിയ കണ്ടെയ്നറുകളൊക്കെ, അതേപോലെ മൾട്ടി മോഡൽ ഷിപ്മെൻറ്റ് പോകുന്ന ഷിപ്പിലും കൂടിയാണല്ലോ ഒരു മെജോറിറ്റി ഓഫ് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നത് ഷിപ്പ് വഴിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷിപ്പുകൾക്കും ഈ പറയുന്ന ഓവർ ഡൈമെൻഷണൽ കാർഗോകൾക്കും 100 കിലോമീറ്റേഴ്സ് അല്ല 20 കിലോമീറ്റേഴ്സിന് 1 ദിവസം കിട്ടും. അപ്പോൾ 20 കിലോമീറ്റേഴ്സിന് വരെ 1 ദിവസം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 250 കിലോമീറ്റർ ആണെങ്കിൽ എത്ര ദിവസം വാലിഡിറ്റി കിട്ടും, 12 + 13 ഡേയ്സ് വാലിഡിറ്റി അവർക്ക് കിട്ടും.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാലിഡിറ്റി പീരീഡ് ഫ്രം റിലവൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് പറയാം, ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കണേ. അതായത് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തത് ജാനുവരി 1 ജാനുവരി 1 ഒരു രാവിലെ 10 മണിക്കാണ്, 10 AM ജാനുവരി 1 10 മണിക്കാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ 100 കിലോമീറ്റേഴ്സിന് ഉള്ളിൽ നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ 1 ഡേ ആണ് ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ഡേ എന്ന് പറയുമ്പോൾ 1 ഡേ അവസാനിക്കുന്ന എപ്പോഴാണ്? 2 ജാനുവരി 2 10 AM അല്ലേ? പക്ഷെ അങ്ങനെയല്ല നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഡേ എണ്ണി തുടങ്ങേണ്ടത് മിഡ് നൈറ്റ് മുതലാണ്. എന്ന് പറഞ്ഞാൽ ജാനുവരി 1 10 AM ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 AM ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി എണ്ണി തുടങ്ങേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് കഴിഞ്ഞ് വരുന്ന, അതായത് ജാനുവരി 1 10 മണി കഴിഞ്ഞിട്ട് വരുന്ന മിഡ് നൈറ്റ്, അവിടുന്ന് ഡേ എണ്ണിയാൽ മതി. എന്ന് പറഞ്ഞാൽ ജാനുവരി 2 12 AM മുതലാണ് ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 hours. അപ്പോൾ 3 Jan 12 AM വരെ എന്തുണ്ടാവും? ആ ഇ വേ ബില്ലിന് വാലിഡിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 Jan രാവിലെ 10 AM ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തത്. അതിൻ്റെ വാലിഡിറ്റി 2 Jan 10 AM വരെയല്ല, എപ്പോഴാണ്? 3 Jan 12 AM വരെയാണ് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. നെക്സ്റ്റ്, ക്യാൻസലേഷൻ ഓഫ് ഇ വേ ബിൽ. ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവിടെ പറയുന്നത് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്ത് വിത്തിൻ 24 hours ആണെങ്കിൽ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ 10 AM 1 Jan 10 AM ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ 24 hours ആണ് കറക്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെയല്ല. അപ്പോൾ ജാനുവരി 2 10 AM ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാനുള്ള സമയം കഴിയും. ഓക്കെ, അപ്പോൾ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തു വിത്തിൻ 24 hours ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യണം. ഇങ്ങനെ ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ കേസിലാണ്? അപ്പോൾ ഒന്നാമത് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയിട്ടുണ്ടാവാൻ പാടില്ല. ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തു, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വിത്തിൻ 24 hours ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്, ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി, പക്ഷേ ഇ വേ ബില്ലിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും ആക്ച്വലി ഈ ട്രാൻസ്പോർട്ടേഷനിലുള്ള ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലുള്ള ആക്ച്വൽ ഗുഡ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇ വേ ബില്ലിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് തെറ്റായിപ്പോയി. അങ്ങനെയാണെങ്കിലും ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്ത് വിത്തിൻ 24 hours ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി, പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ കൺസൈനി പറയണേ എനിക്ക് ഈ ഗുഡ്സ് വേണ്ട, തിരിച്ചെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ക്യാൻസൽ ചെയ്യായിരുന്നു. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ സ്ഥിതിക്ക് ഈ ഒരൊറ്റൊരു കേസിന്മേൽ മാത്രമേ ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതേതാണ്? ഇ വേ ബില്ലിൽ കൊടുത്തുള്ള ഡീറ്റെയിൽസ് തെറ്റാണ്. ഓക്കെ, ഇനി വേറൊരു കേസിലും കൂടി 24 hours ഉള്ളിലാണെങ്കിലും ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അതെന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ചെക്ക് പോസ്റ്റ് എന്നുള്ള സിസ്റ്റം മാറ്റിവെച്ചു GST വന്നതോട് കൂടിയിട്ട്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ നമ്മൾ ഈ സാധാരണ പോലീസുകാരൊക്കെ ഹെൽമെറ്റ് വേട്ടൊക്കെ നിൽക്കുന്നത് പോലെ വഴിയിൽ നിന്നിട്ട് വണ്ടി തടഞ്ഞ് അവർ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ അതോറിറ്റി വന്നിട്ട് ഈ കൺവയൻസ് വെരിഫൈ ചെയ്തു, അതായത് ഇ വേ ബില്ലിലുള്ളതും ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷനിൽ ഈ ട്രക്കിലുള്ളതും സെയിം ആണ്, നല്ലതാണ്, കള്ളത്തരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇ വേ ബില്ല് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 24 hours ഉള്ളിലാണെങ്കിൽ പോലും ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറച്ചുകൂടി പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന്, ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ കൺവെയൻസ് ടു അനദർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ട്രാൻസ്പോർട്ടർക്ക് വേണമെങ്കിൽ വേറൊരു ട്രാൻസ്പോർട്ടറെ ഏൽപ്പിക്കാം അല്ലേ? അതേപോലെ തന്നെ ഒരേ ട്രാൻസ്പോർട്ടറിൽ തന്നെ ഒരു കൺവെയൻസിൽ നിന്ന് മറ്റൊരു കൺവെയൻസിലേക്ക് മാറ്റാം. അതായത് ഒരു ലോറി, ആ ലോറിയിൽ നിന്ന് മാറ്റിയിട്ട് വേപ്പ് ചിലപ്പോൾ വല്ല ഡാമേജ് ആവുകയോ ലോറി ബ്രേക്ക് ഡൗൺ ആവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആ ലോറി മാറ്റിയിട്ട് വേറൊരു ലോറിയിലേക്കൊക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് ഇനി ഏതായാലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ആ ക്വസ്റ്റ്യനിൽ വരും. ഓക്കെ, എക്സാം ക്വസ്റ്റ്യൻ വരും. പിന്നെ പറയുന്നത് കൺസോളിഡേറ്റഡ് ഇ വേ ബിൽ. കൺസോളിഡേറ്റഡ് ഇ വേ ബിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരൊറ്റ കൺവെയൻസിൽ ഒന്നിലധികം ആൾക്കാരുടെ ഗുഡ്സ് കൊണ്ടുപോകുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളത് ഇപ്പോൾ ഒരു 6 ton കപ്പാസിറ്റി ഉള്ള ഒരു
ലോറി, ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നറിൽ ചിലപ്പോൾ ഒരാൾ കൊണ്ടുപോയി കൊടുക്കുന്നത് 1 ടണ്ണിൻ്റെ ഗുഡ്സ് മാത്രമായിരിക്കും. അപ്പോൾ ഈ 1 ടണ്ണിൻ്റെ ഗുഡ്സ് മാത്രമായിട്ട് പോകുന്നത് ഈ GTA സർവീസ് കൊടുക്കുന്ന ട്രാൻസ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ എക്സാമ്പിൾ, ഇത് ഇയാൾ തമിഴ്നാട്ടിലേക്കാണ് ഇയാൾക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? തമിഴ്നാട്ടിലേക്ക് ഇതേപോലെ ഗുഡ്സ് കൊണ്ടുപോകാൻ ആവശ്യമുള്ള വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ, കൺസൈനേഴ്സ് ഉണ്ടെങ്കിൽ, അവരുടെ ഗുഡ്സും കൂടി എന്ത് ചെയ്യും? ഈ പറഞ്ഞ 6 ടൺ കപ്പാസിറ്റി ഉള്ള ഈ കണ്ടെയ്നറിൽ കൊണ്ടുപോകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരേ കണ്ടെയ്നറിൽ തന്നെ അല്ലെങ്കിൽ ഒരേ ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ ഒന്നിലധികം ആൾക്കാരുടെ കൺസൈൻമെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ EVA ബില്ലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ 6 ആൾക്കാരുടെ ഗുഡ്സ് ആ കണ്ടെയ്നറിലുണ്ടെങ്കിൽ 6 EVA ബിൽ ഉണ്ടാവും. അപ്പോൾ ഈ 6 EVA ബില്ലും ഈ ട്രാൻസ്പോർട്ടർ കയ്യിൽ പിടിച്ച് നടക്കണ്ടേ? അപ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ 6 EVA ബില്ലും കൂടിയിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഒരൊറ്റ EVA ബില്ലായിട്ട് ഇയാൾക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, സെക്ഷൻ 31 സബ്സെക്ഷൻ 5. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ലാക്കൻ പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ്. ഹി ഫർണിഷസ് ദ ഫോളോയിങ് ഫർദർ ഇൻഫർമേഷൻ. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പ്രൊവൈഡിംഗ് സർവീസ് 1/10/2017. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 31/1/18. ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് 33/18. അപ്പോൾ എന്താണ് നമുക്ക് ഉള്ളത്? ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് അസേർട്ടണബിൾ ആണെന്നുണ്ടെങ്കിൽ എന്നാണോ ഡ്യൂ ഡേറ്റ് അതാണ് ഇൻവോയ്സ് ഇഷ്യൂ ഉള്ള ലാസ്റ്റ് സമയം. ഡ്യൂ ഡേറ്റ് അസേർട്ടണബിൾ അല്ലെങ്കിൽ എന്നാണോ പേയ്മെൻറ്റ് കിട്ടുന്നത് അതാണ് ഇൻവോയ്സ് ഇഷ്യൂ ഉള്ള ടൈം ലിമിറ്റ്. ഇനി ഒരു ഇവൻറ്റിൻ്റെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദാറ്റ് ഇവൻ്റ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം. ഓക്കെ, അപ്പോൾ കേസുകൾ ചോദിക്കുക. ഇഫ് നോ ഡ്യൂ ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ഈസ് എഗ്രീഡ് അപ്പോൺ ബൈ ബോത്ത് അണ്ടർ ദി കോൺട്രാക്ട് ഓഫ് CSS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് അസേർട്ടണബിൾ. നോട്ട് അസേർട്ടണബിൾ ആണെങ്കിൽ ഏതാ ഡേറ്റ്? ഡേറ്റ് ഓഫ് പേയ്മെൻ്റ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ ഉള്ള അവസാനത്തെ ദിവസം. അതായത് തേർഡ് ഡേറ്റ് 30 മാർച്ച് 2018. ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ള 30 മാർച്ച് 2018 ആണ് ഇൻവോയ്സ് ഇഷ്യൂ ഉള്ള ഡ്യൂ ഡേറ്റ്. രണ്ടാമത്, ഇഫ് ദ പേയ്മെൻറ്റ് ഈസ് ലിങ്ക് ടു ദ കംപ്ലീഷൻ ഓഫ് സർവീസ്. അതായത് ഇവൻറ്റിൻ്റെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇവൻ്റ് എന്നാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട അവസാനത്തെ ദിവസം. അതായത് രണ്ടാമത്തെ ഡേറ്റ് 31 ജാനുവരി 2018. മൂന്നാമത്തേത്, ഇഫ് TNB ലിമിറ്റഡ് ഹാസ് ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ 25 മാർച്ച് 2018 ആസ് പെർ ദി കോൺട്രാക്ട്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസ് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് അസേർട്ടണബിൾ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നാണോ ഡ്യൂ ഡേറ്റ് ആ ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ടാണ് അല്ലെങ്കിൽ ആ ദിവസമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 25/3/18 ആണ് ഡ്യൂ ഡേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ലാസ്റ്റ് സമയം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ലോ പേപ്പറാണ്. അതുകൊണ്ട് നമ്മൾ വെറും ആൻസർ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ പ്രൊവിഷൻസ് കൃത്യമായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, നവംബർ 18 ചോദിച്ച 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ആൻസർ ഏതാണ്? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ 33/2018. രണ്ടാമത്തത് 31/1/2018. മൂന്നാമത്തത് 25/3 ഇങ്ങനെ എഴുതി വെച്ചാൽ 5 മാർക്കിൽ 2 മാർക്ക് പോലും കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻ എന്താണോ അത് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുക. കൃത്യമായിട്ട് അതിൽ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ May 19 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം ആൻസർ നോക്കിയാൽ മതി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ് അണ്ടർ ഈച്ച് കേസസ്. ഫസ്റ്റ് വൺ, ശക്തി എൻ്റർപ്രൈസസ് കൊൽക്കത്ത എൻറ്റർഡ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് സുരാജ് എൻ്റർപ്രൈസസ് ഓഫ് സൂറത്ത് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം പോവുക 31/1 പോവുക. എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ മൂവ്മെൻ്റ് ഉള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ആണ്. മൂവ്മെൻറ്റ് ഇല്ലാത്ത ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ വെൻ ദ ഗുഡ്സ് ആർ മെയ്ഡ് അവൈലബിൾ ഫോർ ഡെലിവറി അല്ലേ? ഓക്കെ, ഇത്ര മനസ്സിലാക്കി ബാക്കി വായിക്കാം. ദ ഗുഡ്സ് were removed from the factory at Kolkata on 11th October. റിമൂവ് ചെയ്തത് 11th ഒക്ടോബറിനാണ്. ഗുഡ്സ് were delivered by 31st October. സുരാജ് എൻ്റർപ്രൈസസ് ഹാസ് റിസീവ്ഡ് ദ ഗുഡ്സ് ഓൺ 14th October. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്താൻ ആൻസർ പറയാണ്. ഏതാണ്? റിമൂവൽ ഓഫ് ഗുഡ്സ് എന്നുള്ള ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഗുഡ്സ് ആണ്, മൂവ്മെൻ്റ് ഉള്ള ഗുഡ്സ് ആണ്, അതുകൊണ്ടാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ആണ്. 11th ഒക്ടോബർ ആണ് ആൻസർ. 2 മാർക്സ് ആണ് ഒരെണ്ണത്തിന് വരിക. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻ എഴുതണം. ഓക്കെ,
രണ്ടാമത് ട്രസ്റ്റ് ആൻഡ് ഫണ്ട് ലിമിറ്റഡ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, ഇപ്പോൾ സർവീസാണ്, ഹാസ് പ്രൊവൈഡഡ് ഇറ്റ് സർവീസസ് ഫോർ ആൻ ഇവന്റ് അറ്റ് കപൂർ ഫിലിം ഏജൻസീസ് മുംബൈ ഓൺ 5th June. പേയ്മെൻറ്റ് ഫോർ ദി ഇവന്റ് വാസ് മെയ്ഡ് ഓൺ 19th June. അപ്പോൾ സർവീസസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബാങ്കിങ് കമ്പനി ഒന്നല്ല. അപ്പോൾ സാധാരണ നോർമൽ ജനറൽ റൂൾ എന്താണ്, സർവീസ് കൊടുത്തു കഴിഞ്ഞ് വിത്തിൻ 30 days ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ സർവീസ് കൊടുത്തതിന് വിത്തിൻ 30 days ആണ്, അല്ലാതെ പേയ്മെൻറ്റ് കിട്ടിയിട്ട് വിത്തിൻ 30 days അല്ല. അപ്പോൾ 5th June ആണെന്നുണ്ടെങ്കിൽ 30th day എന്നാണ്, 5th July ആയിരിക്കും. ഓക്കെ, അതാണ് ഡേറ്റ് ഓഫ് ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ഇൻവോയ്സ് വരിക. ഓക്കെ. Third question, list out the situations in which a credit note or debit note may be issued under CGST Act. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് 4 പോയിന്റ്സ്. ക്രെഡിറ്റ് നോട്ട് ആണെങ്കിൽ 4 സിറ്റുവേഷൻസും ഡെബിറ്റ് നോട്ട് ആണെങ്കിൽ 2 സിറ്റുവേഷൻസും ആണുള്ളത്. ആ ആൻസർ എഴുതുക, സിമ്പിളാണ്. May 15 5 മാർക്സിന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനും May 15 ആയിരുന്നു. ഒരു അറ്റംപ്റ്റ് തന്നെ 9 മാർക്കിന് ഇൻവോയ്സ് ഇന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 4th question, ലാസ്റ്റ് അറ്റംപ്റ്റ്, ഇപ്പോൾ തൊട്ട് മുന്നേ അറ്റംപ്റ്റ് ചോദിച്ചാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇ-വേ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അത് ഇതിൻ്റെ പ്രൊസീജിയർ ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, 4th question ശ്രദ്ധിക്കുക നല്ലോണം. അതിൻ്റെ ഒരു പ്രോസസ്സും കൂടി പറയാനുണ്ട്. മിസ്റ്റർ ഷാ, എ കൺസൈനർ ഇസ് റിക്വയർഡ് ടു മൂവ് ഗുഡ്സ് ഫ്രം അഹമ്മദാബാദ് ടു നാദിയാദ്. ഓക്കെ, അതായത് മിസ്റ്റർ ഷാക്ക് അപ്പോൾ ഗുഡ്സ് കൊണ്ടുപോകുന്നത് അഹമ്മദാബാദിൽ നിന്നാണ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, നാദിയാദിലേക്ക്. നാദിയാദാണ് ഡെസ്റ്റിനേഷൻ. ഹി അപ്പോയിൻറ്റ്സ് മെഹ്ത ട്രാൻസ്പോർട്ടർ ഫോർ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. മെഹ്ത ട്രാൻസ്പോർട്ടറാണ്, അപ്പോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി. മെഹ്ത ട്രാൻസ്പോർട്ടർ മൂവ്സ് ദ ഗുഡ്സ് ഫ്രം അഹമ്മദാബാദ് ടു ഖേദ. അഹമ്മദാബാദിൽ നിന്ന് കൊണ്ടുപോയത് ഖേദ വരെയാണ്, നാദിയാദ് വരെ പോകാനുള്ളതാണ്. പക്ഷേ ഖേദ വരെയാണ് ആരും കൊണ്ടുപോയുള്ളൂ, ആദ്യത്തെ ട്രാൻസ്പോർട്ടർ, അതായത് മെഹ്ത ട്രാൻസ്പോർട്ടർ പോയുള്ളൂ. ഫോർ കംപ്ലീറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഖേദ ടു നാദിയാദ്, മെഹ്ത ട്രാൻസ്പോർട്ടർ നൗ ഹാൻഡ്സ് ഓഫ് ദി ഗുഡ്സ് ടു പരീഖ് ട്രാൻസ്പോർട്ടർ. അതായത് ഖേദ ആ സ്ഥലത്ത് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകാൻ പരീഖ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞ ആളെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറിനെ ഏൽപ്പിച്ചു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പ്രോസസ്സുകളാണ് ഇതിൻ്റെ ഇടയിൽ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് പാർട്ട് എയും പാർട്ട് ബിയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുക. പക്ഷേ കൺസൈനറിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സും ട്രാൻസ്പോർട്ടറിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്സും വ്യത്യാസമുണ്ടെങ്കിൽ കൺസൈനർക്ക് പാർട്ട് എ മാത്രം ഫില്ല് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടറിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ഏതാണ് വണ്ടി, ആരാണ് ഡ്രൈവർ എന്ന കാരണത്തിന് ശേഷം പാർട്ട് ബി ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് തന്നെ ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് എന്താണ് വേണ്ടത്, പാർട്ട് എയിൽ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടറിൻ്റെ GSTIN ഈ കൺസൈനർ കോട്ട് ചെയ്യും. അപ്പോൾ ആ ഇ-വേ ബിൽ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടറിൻ്റെ GST പോർട്ടലിൽ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഈ ട്രാൻസ്പോർട്ടർക്ക് ഈ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഈ ജനറേഷൻ ഇ-വേ ബിൽ ജനറേഷൻ തുടങ്ങിയിട്ടുള്ളതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാലെ മിസ്റ്റർ ഷാക്ക് മെഹ്ത ട്രാൻസ്പോർട്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒന്നാലെ മിസ്റ്റർ ഷാക്ക് തന്നെ പാർട്ട് ബി ഫില്ല് ചെയ്യാം. പാർട്ട് എ ഓൾറെഡി മിസ്റ്റർ ഷാ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. പാർട്ട് എ മിസ്റ്റർ ഷാ ഫില്ല് ചെയ്തതിന് ശേഷം സോറി, ഒരു ഇൻ്റർഫിയറൻസ് വന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. അതായത് മിസ്റ്റർ ഷാ എന്നുള്ള ആളെ മെഹ്ത ട്രാൻസ്പോർട്ടറിനെയാണ് ഏൽപ്പിച്ചത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ഷാ പാർട്ട് എ ഫില്ല് ചെയ്തിട്ടാണ് മിസ്റ്റർ ഷാൻ്റെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരിക. എന്നിട്ട് മെഹ്ത ട്രാൻസ്പോർട്ടിൻ്റെ അടുത്ത് പോകും. അവിടെ വെച്ചിട്ട് വേണമെങ്കിൽ മിസ്റ്റർ ഷാക്കും അതല്ലെങ്കിൽ മിസ്റ്റർ മെഹ്താക്ക് വേണമെങ്കിൽ, മെഹ്ത ട്രാൻസ്പോർട്ട് രണ്ടാൾക്ക് വേണമെങ്കിൽ പാർട്ട് ബി ഫില്ല് ചെയ്യാം. അപ്പോൾ പാർട്ട് ബി ഫില്ല് ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് എന്തായി, ഇ-വേ ബില്ല് ജനറേറ്റ് ആയി. ഓക്കെ, ഇനി എന്താണ്, മെഹ്ത ട്രാൻസ്പോർട്ടർ ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരു ട്രാൻസ്പോർട്ടർക്ക് കൈമാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൈമാറുന്ന സമയത്തും എന്ത് ചെയ്യാം, മെഹ്ത ട്രാൻസ്പോർട്ടർക്കോ അല്ലെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്, പാർട്ട് എയിൽ വ്യത്യാസമൊന്നുമില്ല, ഇല്ലല്ലോ. പാർട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ആരാണ് കൺസൈനർ, കൺസൈനി ആരാണ്, എന്ത് ഗുഡ്സാണ്, അതൊക്കെ. പാർട്ട് ബി ആണ് ട്രാൻസ്പോർട്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പാർട്ട് ബി മാത്രമാണ് മാറേണ്ടത്. അപ്പോൾ പാർട്ട് ബി എന്ത് ചെയ്യുക, കൺസൈനർക്ക് വേണമെങ്കിൽ പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടറെ ഏൽപ്പിക്കാമല്ലോ, അല്ലേ. അപ്പോൾ ഇങ്ങനെ കൺവെയൻസ് മാറുന്ന സമയത്ത് വേണമെങ്കിൽ ഈ മിസ്റ്റർ ഷാക്കോ അതല്ലെങ്കിൽ
മെഹ്ത്ത ട്രാൻസ്പോർട്ടർ ആരാണോ പാർട്ട് ബി ഫില്ല് ചെയ്തിരുന്നത് അവർക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അടുത്ത വണ്ടി ആയില്ലേ, അടുത്ത വണ്ടിയായി, നെക്സ്റ്റ് വണ്ടി മാറി, അപ്പോൾ കൺവെയൻസ് മാറി. അപ്പോൾ കൺവെയൻസ് ആരുടെ കൺവെയൻസ് ആണോ അവരാണ് പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി പാർട്ട് എ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്, പാർട്ട് ബി ഇനി ആർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, പരീഖ് ട്രാൻസ്പോർട്ടർക്ക് പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് ഇ വേ ബില്ലല്ല, അത് ഇതിൻ്റെ തന്നെ തുടർച്ചയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എവിടേക്കാണോ ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, മിസ്റ്റർ ഷായോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ മെഹ്ത്ത ട്രാൻസ്പോർട്ടറോ ആണ് പരീഖ് ട്രാൻസ്പോർട്ടറിനെ പാർട്ട് ബി ഫില്ല് ചെയ്യാൻ വേണ്ടി അസൈൻ ചെയ്തത്, അങ്ങനെ ഏൽപ്പിച്ചത്, പരീഖ് ട്രാൻസ്പോർട്ടറിനെ ഏൽപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഏൽപ്പിക്കാൻ പറ്റും. ഓക്കെ, പരീഖ് ട്രാൻസ്പോർട്ടറിനെ അങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു കേസ് വരികയാണ്, അതായത് ഇപ്പോൾ മെഹ്ത്ത ട്രാൻസ്പോർട്ടർ എന്ത് ചെയ്തു, പരീഖ് ട്രാൻസ്പോർട്ടർക്ക് ഇത് അസൈൻ ചെയ്തു, അതായത് പാർട്ട് ബി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പരീഖ് ട്രാൻസ്പോർട്ടറിനെ ഏൽപ്പിച്ചു. പരീഖ് ട്രാൻസ്പോർട്ടറിനോട് പറയും നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തോളൂ, എന്നിട്ട് നിങ്ങളത് കൊണ്ടുപോയിക്കോ. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പോർട്ടർ പരീഖ് ട്രാൻസ്പോർട്ടറിനെ, അതായത് മെഹ്ത്ത ട്രാൻസ്പോർട്ടർ പരീഖ് ട്രാൻസ്പോർട്ടറിന് ഓൾറെഡി ഈ പാർട്ട് ബി ഫില്ല് ചെയ്യാൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മിസ്റ്റർ ഷാക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പരീഖ് ട്രാൻസ്പോർട്ടറിനെ മാറ്റിയിട്ട് വേറെ ആൾക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടി പറയാം, അതായത് മെഹ്ത്ത ട്രാൻസ്പോർട്ടർക്കും, അതായത് മിസ്റ്റർ ഷാക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ മെഹ്ത്ത ട്രാൻസ്പോർട്ടർ, അതായത് ട്രാൻസ്പോർട്ടർ വണ്ണിന് രണ്ടാൾക്ക് വേണമെങ്കിലും ഇത് അസൈൻ ചെയ്ത് കൊടുക്കാം വേറൊരാൾക്ക്, നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞ കേസ് ട്രാൻസ്പോർട്ടർ, അതായത് മെഹ്ത്ത ട്രാൻസ്പോർട്ടർ എന്ത് ചെയ്തു, പരീഖ് ട്രാൻസ്പോർട്ടറിനെ അസൈൻ ചെയ്ത് കൊടുത്തു, നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ പ്രോസസ്സ് ജനറേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ മിസ്റ്റർ ഷാക്ക് വന്നിട്ട് എന്ത് പറയാൻ പറ്റില്ല, പരീഖ് ട്രാൻസ്പോർട്ടറിന് കൊടുക്കണ്ട വേറെ ആൾക്ക് കൊടുത്താൽ മതി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എപ്പോഴാണ് പരീഖ് ട്രാൻസ്പോർട്ടർ പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, പാർട്ട് ബിയിൽ പരീഖ് ട്രാൻസ്പോർട്ടർ അപ്ഡേറ്റ് ചെയ്തു, പരീഖ് ട്രാൻസ്പോർട്ടറാണ് പോകുന്നത്, വെഹിക്കിൾ നമ്പർ ഇതാണ്, ഡ്രൈവർ ഇതാണെന്നൊക്കെ കൊണ്ട് പരീഖ് ട്രാൻസ്പോർട്ടർ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം വന്നിട്ട് മിസ്റ്റർ ഷാ പറയാണ് പറ്റില്ല, പരീഖ് ട്രാൻസ്പോർട്ടറിന് പറ്റില്ല, വേറെ ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കണമെന്ന് പറയാൻ മിസ്റ്റർ ഷാക്ക് അധികാരമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആൻസറിൽ വരേണ്ടത്. അപ്പോൾ ആൻസർ നോക്കുക. ഫസ്റ്റ് പോയിന്റ്, പാർട്ട് എ ക്യാൻ ബി ഫിൽഡ് ബൈ ഐദർ മിസ്റ്റർ ഷാ ഓർ റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ഓർ മെഹ്ത്ത ട്രാൻസ്പോർട്ടർ ഓൺ ദി അപ്രോപ്രിയേറ്റ് ഓതറൈസേഷൻ. ഇവിടെ പാർട്ട് എ ക്യാൻ ബി ഫിൽഡ് ബൈ ഐദർ മിസ്റ്റർ ഷാ ഓർ റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്. റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയാൻ കാരണം ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത് മൂവ്മെൻറ്റ് കോസ് ചെയ്യുന്ന ആളാണ്, അതായത് മൂവ്മെൻറ്റിന് കാരണം ആരാണോ അവരാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. എന്താ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ റെസിപ്പിയൻ്റ്, ഇപ്പോൾ മിസ്റ്റർ ഷാ എന്നുള്ള ആൾ വേറെ ആൾക്ക് വിൽക്കുകയാണ്, ഈ മേടിക്കുന്ന ആളുണ്ടല്ലോ ഈ റെസിപ്പിയൻ്റ് ഇവിടെ വന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇവിടെ വന്നിട്ട് അതായത് മിസ്റ്റർ ഷാൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഗുഡ്സ് എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റിന് കാരണക്കാരനായതാരാണ്, റെസിപ്പിയൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിപ്പിയൻ്റ് ആണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് മിസ്റ്റർ ഷാ അങ്ങോട്ട് സെയിൽ ചെയ്യണം, അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ അങ്ങോട്ട് എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മൂവ്മെൻറ്റിനെ കോസ്, നമ്മൾ സെയിലും പർച്ചേസെല്ലാം നോക്കണം, മൂവ്മെൻറ്റേ നോക്കുള്ളൂ. മൂവ്മെൻറ്റിന് ആരാണ് കോസ് ചെയ്യുന്നത്, മിസ്റ്റർ ഷായാണ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ പറയാം, ഡോർ സെയിൽ എന്നും പറയാം, നമുക്ക് കൗണ്ടർ സെയിൽ എന്നും പറയാം. കൗണ്ടർ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ്റമർ ഇവിടെ കൗണ്ടറിൽ വന്നിട്ട് സാധനം മേടിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിപ്പിയൻ്റ് ആണ് മൂവ്മെൻറ്റ് കോസ് ചെയ്യുന്നത്, അപ്പോൾ അവരാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത്. ഡോർ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സപ്ലയർ അങ്ങോട്ട് പോയിട്ട് വിൽക്കുക അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ മൂവ്മെൻറ്റ് കോസ് ചെയ്യുന്നത് സപ്ലയറാണ് അല്ലെങ്കിൽ കൺസൈനറാണ്. ഓക്കെ, അപ്പോൾ അവരാണ് മൂവ്മെൻറ്റ് കോസ് ചെയ്യുന്നത്, അപ്പോൾ അവരാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത്. അതാണ് അവിടെ മിസ്റ്റർ ഷാ ഓർ റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആരാണോ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന ആൾ അയാൾക്കോ അതല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടർക്കോ പാർട്ട് ബി ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വേണമെങ്കിൽ പാർട്ട് എ പോലും മെഹ്ത്ത ട്രാൻസ്പോർട്ടർക്ക് വേണമെങ്കിൽ പിന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു ഓതറൈസേഷനെ കിട്ടണം, അതായത് മിസ്റ്റർ ഷാഡയിൽ നിന്ന് ഓതറൈസേഷൻ കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ട് എയും മെഹ്ത്ത ട്രാൻസ്പോർട്ടർക്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എയും ആരാണോ ഫില്ല് ചെയ്യുന്നത് അത് പാർട്ട് എ ഫസ്റ്റ് പോയിൻ്റ് അതാണ്. പാർട്ട് എ ക്യാൻ ബി ഫിൽഡ് ഐദർ ബൈ മിസ്റ്റർ ഷാക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് എന്താണ്, ഇനി ഇപ്പം എന്തായി അവിടെ എത്തി, മെഹ്ത്തൻ്റെ സ്ഥലത്തെത്തി, അവിടെ എത്തിയതിന് ശേഷം
പാർട്ട് ബി ആർക്ക് ഫില്ല് ചെയ്യാം? ഈ പറഞ്ഞ 3 ആൾക്ക് വേണമെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, കൺസ്യൂമർക്കും ഫില്ല് ചെയ്യാം, റെസിപ്പിയൻറ്റിനും ഫില്ല് ചെയ്യാം, അതേപോലെ ട്രാൻസ്പോർട്ടർക്കും ഫില്ല് ചെയ്യാം. ഇനി കേതാന്നുള്ള സ്ഥലത്തെത്തിയതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? അടുത്ത ട്രാൻസ്പോർട്ടർക്ക് കൈമാറുകയാണ്, പരീഖ് ട്രാൻസ്പോർട്ടർക്ക് കൈമാറുകയാണ്. അപ്പോൾ അങ്ങനെ കൈമാറുന്ന സമയത്ത് പാർട്ട് ബി എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഈ പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്യണത് ആർക്ക് ചെയ്യാം? ഈ പറഞ്ഞ 3 ആൾക്കും ചെയ്യാൻ പറ്റും. മിസ്റ്റർ ഷാക്ക് ചെയ്യാം, റെസിപ്പിയൻറ്റിന് ചെയ്യാം, അതേപോലെ ആദ്യത്തെ ട്രാൻസ്പോർട്ടർ മെഹത്ത ട്രാൻസ്പോർട്ടറിനും ചെയ്യാം. 4ാമത്തെ പോയിന്റ് പറയണത് ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റിന് പകരം, അതായത് പാർട്ട് ബി ഫില്ല് ചെയ്യുന്നത് ഈ 3 പേര്, ഷായോ, റെസിപ്പിയൻറ്റോ, മെഹത്ത ട്രാൻസ്പോർട്ടറോ, അവർക്ക് പകരം പരീഖ് ട്രാൻസ്പോർട്ടറിനെ തന്നെ ഏൽപ്പിക്കാം. അവർക്ക് അസൈൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആർക്ക്? കൺസൈനർക്കോ ആർക്ക് വേണമെങ്കിലും അത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, പരീഖ് ട്രാൻസ്പോർട്ടറിന് അത് പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അത് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കേദർ എത്തിക്കഴിഞ്ഞു. മിസ്റ്റർ ഷായോ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ മെഹത്ത ആരാണോ അവർ പരീഖ് ട്രാൻസ്പോർട്ടറിന് അസൈൻ ചെയ്യാനുള്ള റൈറ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് അവസാനം പറയുന്നത് ഹവർ അപ്പോൺ അപ്ഡേഷൻ ഓഫ് ദി ഡീറ്റെയിൽസ് ഓഫ് കൺവെൻസ് ബൈ പരീഖ് ട്രാൻസ്പോർട്ടർ. എന്നിട്ട് അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ മിസ്റ്റർ ഷാ അല്ല, ട്രാൻസ്പോർട്ടറാണ് ഇതേപോലെ പരീഖ് ട്രാൻസ്പോർട്ടറിനെ, മെഹത്ത ട്രാൻസ്പോർട്ടറാണ് പരീഖ് ട്രാൻസ്പോർട്ടറിനെ ഏൽപ്പിച്ചത് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ പരീഖ് ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം ഇനി മിസ്റ്റർ ഷാക്കോ അതല്ലെങ്കിൽ റെസിപ്പിയൻ്റാണ് ഈ ബില്ല് ജനറേറ്റ് ചെയ്തത്, അയാൾക്കോ വന്നിട്ട് ഈ പറഞ്ഞ പരീഖ് ട്രാൻസ്പോർട്ടറിനെ മാറ്റാൻ പറ്റില്ല, വേറെ ട്രാൻസ്പോർട്ടർക്ക് ഇത് കൊടുക്കണമെന്ന് പറയാൻ ഉള്ള റൈറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചതാണ്, 5 മാർക്സിന് ചോദിച്ചതാണ്. ഈ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ ചോദിച്ചതായതുകൊണ്ട് ഇനി ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പി വൈ ബില്ലിൽ മറ്റു ഒരുപാട് പോയിന്റുകളുണ്ട്, MCQ വരാനൊക്കെ സാധ്യതയുള്ള പോയിന്റുകളുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് പൊതുവേ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ചോദിക്കാം. അതല്ലെങ്കിൽ പിന്നെ MCQയിൽ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ 30 days 45 days അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ റെസിപ്റ്റ് വോച്ചർ എപ്പോഴാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഓൺ റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഡാഷ് ഡോക്യുമെൻറ്റ് വിൽ ബി ഇഷ്യൂഡ്, അങ്ങനെ ഇപ്പോൾ റെസിപ്റ്റ് വോച്ചർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഗുഡ് ഡേ, താങ്ക് യു.